എല്ലാവർക്കും PSC SCRT ബൂസ്റ്റർ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് PSC 2026 ചോദിച്ചിട്ടുള്ള സയൻസിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഇനി വരുന്ന എല്ലാ എക്സാമിനും യൂസ്ഫുൾ ആയിരിക്കും. PSC റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെയാണ് ചോദിച്ചു വരുന്നത്. പഠിക്കുന്നതിനൊപ്പം അതിൻ്റെ ഓപ്ഷനിൽ വരുന്നതും എന്തൊക്കെയാണെന്ന് പഠിച്ചു പോവുക. എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഹൈ പോയിന്റും കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് സമയം കളയാതെ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പൂർണ്ണമായും ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ജീവിതശൈലി രോഗം PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്നതിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? മലേറിയയാണ്. ക്യാൻസർ, പ്രമേഹം, അതുപോലെ അമിതഭാരം, ഇതൊക്കെ എന്താണ്? തെറ്റായ ജീവിതശൈലി മൂലം ഉണ്ടാകുന്ന രോഗമാണ്. മലേറിയ പരത്തുന്നത് ആരാണ്? അനോഫിലസ് കൊതുകുകൾ പരത്തുന്ന ഒരു പകർച്ചവ്യാധിയാണ് ഏത്? മലേറിയ. അതും ചോദിച്ചിട്ടുണ്ട്. മലേറിയ പരത്തുന്നത് അനോഫിലിസ് പെൺകൊതുകുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യ ശരീരത്തിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? കരളാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. അടുത്തത് സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം D ആണ്. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം D ആണ്. ഈ ജീവകം D നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്നാണ് കൂടുതൽ കിട്ടുന്നത്. അടുത്തത് പിങ്ക് റിബൺ ഏത് രോഗത്തിന്റെ ബോധവൽക്കരണ പ്രതീകമാണ്? പിങ്ക് റിബൺ ഏതിന്റെയാണ്? സ്തനാർബുദത്തിന്റെയാണ്. അടുത്ത, കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന മരണാനന്തര അവയവദാന പദ്ധതി ഏതാണ്? PSCയുടെ ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? മൃതസഞ്ജീവനിയാണ്. അടുത്തത്, പാസ്കൽ നിയമം പ്രയോജനപ്പെടുത്തുന്നത്. ആൻസർ ഓപ്ഷൻ D ആണ്. എല്ലാത്തിലും ഉണ്ട്. സിറിഞ്ചിന്റെ പ്രവർത്തനം, പിന്നെ ദന്ത ഡോക്ടറുടെ കസേരയില്, ഹൈഡ്രോളിക് ബ്രേക്കുകളിൽ, ഇതിലെല്ലാം പ്രയോജനപ്പെടുത്തുന്നത് ഏതാണ്? പാസ്കൽ നിയമമാണ്. അടുത്തത്, ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ C ആണ്. 1ഉം 3ഉമാണ് ശരിയല്ലാത്തത്. ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങൾ മൊബൈൽ ഫോണില് മൈക്രോവേവ്സ് ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത ഒരു പ്രോബ്ലമാണ്. 20 കിലോ ഭാരമുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്നും 20 മീറ്റർ/സെക്കൻഡ് പ്രവേഗം ആർജിക്കുന്നു. ഈ വസ്തുവിൽ ചെയ്ത പ്രവൃത്തി എത്രന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് ഗതികോർജത്തിലെ മാറ്റത്തിന് തുല്യമാണ്. നമുക്ക് ഗതികോർജം കാണുന്നതിന് ഇക്വേഷൻ അറിയാം. W = 12 mv² ആണ്. എമ്മും വിയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. M എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. V എന്നും പറയുന്നത് 20 ആണ്. V², അതായത് 20ന്റെ സ്ക്വയർ. അപ്പം നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4000 ജൂൾ എന്ന് കിട്ടും. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? കരളാണ്. അതുപോലെ ചെറുകുടലിലാണ് ദഹനം പൂർത്തിയാകുന്നത് ചെറുകുടലിൽ വെച്ചാണ്. പിന്നെ വൃക്ക എന്താണ്? വിസർജന അവയവമാണ്. അതുപോലെ എയ്ഡ്സിന്റെ റെഡ് റിബൺ ആണ് പ്രതീകം. എയ്ഡ്സിന്റെ പിങ്ക് റിബൺ ഏതിന്റെയാണ്? സ്തനാർബുദത്തിന്റെയാണ്. മരണാനന്തര അവയവദാന പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനിയാണ്. പാസ്കൽ നിയമം ഏതിലൊക്കെയാണ് പ്രയോജനപ്പെടുത്തുന്നത്? സിറിഞ്ചിന്റെ പ്രവർത്തനം, പിന്നെ ദന്ത ഡോക്ടറിന്റെ കസേരയില്, ഹൈഡ്രോളിക് ബ്രേക്കുകളിലൊക്കെ പാസ്കൽ നിയമമാണ്. പിന്നെ സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ഏതാണ്? ജീവകം D ആണ്. ജീവകം C എന്താണ്? ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ജീവകം C ആണ്. അതുപോലെ ജീവകം Bയും Cയും വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ്. ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത രാസഭൗതിക സ്വഭാവമുള്ള സംയുക്തങ്ങളെ വിളിക്കുന്ന പേര് എന്താണ്? ഐസോമറുകൾ എന്നാണ്. പഠിച്ചു വെക്കുക. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത രാസഭൗതിക സ്വഭാവമുള്ള സംയുക്തങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? ഐസോമറുകൾ.
ഐസോടോപ്പും ഐസോബാറും പഠിച്ചു വെക്കണം, PSC ചോദിക്കുന്നതാണ്. ഐസോടോപ്പ് എന്ന് വെച്ചാൽ ഒരേ ആറ്റോമിക് നമ്പരും വ്യത്യസ്ത മാസ് നമ്പരും ഉള്ള ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. എന്താണ്? ഒരേ ആറ്റോമിക നമ്പരും ഡിഫറെന്റ് മാസ് നമ്പരും ഉള്ള ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഐസോബാറുകളോ? ഒരേ മാസ് നമ്പരും വ്യത്യസ്ത ആറ്റോമിക നമ്പരും. നേരെ തിരിച്ച്. ഐസോടോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഐസോബാർ. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെക്കുക. ഐസോടോപ്പ് പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ ഒരേ ആറ്റോമിക നമ്പർ ഡിഫറെന്റ് മാസ് നമ്പർ. ഐസോബാർ എന്ന് വെച്ചാൽ ഡിഫറെന്റ് ആറ്റോമിക നമ്പർ സെയിം മാസ് നമ്പർ. രണ്ടും പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഐസോട്ടോൺ എന്ന് വെച്ചാൽ ഒരേ എണ്ണം ന്യൂട്രോണുകളുടെ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണ് ഐസോട്ടോൺ എന്ന് വിളിക്കുന്നത്. ഒരേ എണ്ണം ന്യൂട്രോണുകളുള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളെയാണ് ഐസോട്ടോൺസ് എന്ന് വിളിക്കുന്നത്. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാതകമർദ്ദം. വാതകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബാരോമീറ്റർ ആണ്. പഠിച്ചു വെക്കുക, അന്തരീക്ഷ മർദ്ദം അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇത്, ബാരോമീറ്റർ. ബാക്കിയുള്ള ഓപ്ഷൻസും പഠിച്ചു വെക്കുക, അടുത്ത എക്സാമിന് ചിലപ്പം അതായിരിക്കും ചോദിക്കുന്നത്. തെർമോമീറ്റർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? താപനില, ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടിയാണ് തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത്. സിഗ്മോ മാനോമീറ്റർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? രക്തസമ്മർദ്ദം, നമ്മൾ പ്രഷർ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നുള്ളത് മാനോമീറ്റർ. മാനോമീറ്റർ എന്തിനാണ്? അടഞ്ഞ പാത്രത്തിലെ വാതകങ്ങളുടെയോ ദ്രാവകങ്ങളുടെയോ മർദ്ദം അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇത്, മാനോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാൻ. ആവർത്തന പട്ടികയിൽ 17ാം ഗ്രൂപ്പിൽ വരുന്ന മൂലക കുടുംബത്തിന് പറയുന്ന പേര്. 17ാം ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളാണ് ഏത്? ഹാലോജനുകൾ. ആൻസർ ഓപ്ഷൻ സി ആണ്, ഹാലോജനുകളാണ്. 18ാം ഗ്രൂപ്പിൽ വരുന്നത് ഏതാണ്? അലസവാതകങ്ങളാണ്. 18ാം ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളാണ് ഏത്? അലസവാതകങ്ങൾ. അതുപോലെ 16ാം ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് ഏത്? ചാൽക്കോജനുകൾ എന്ന് പറയുന്നത്. 16ാം ഗ്രൂപ്പിലെ മൂലകങ്ങളാണ്. ഹാലോജൻസ് തന്നെയാണ് ഏത്? ഉത്കൃഷ്ട വാതകങ്ങൾ, നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കർ എന്ന് അറിയപ്പെടുന്നത്? ഏതാണ്? സൈനോ ഏട്രിയൽ നോഡിനെയാണ്. ഇത് SCRTയിലെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത, സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. ഇതും SCRTയിലുള്ളതാണ്. പുതിയ NCERT 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ ദഹനവും പോഷക സംവഹനവും എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഈ ചാപ്റ്ററിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഹൃദയപേശികളുടെ താളാത്മകമായ സങ്കോചവും പൂർവസ്ഥിതി പ്രാപിക്കലുമാണ് എന്ത്? ഹൃദയസ്പന്ദന നിരക്കിനെ നിയന്ത്രിക്കുന്നത്. ഹൃദയ അറകളുടെ സങ്കോചത്തിനാവശ്യമായ വൈദ്യുത തരംഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് വലത് ഏട്രിയത്തിന്റെ ഭിത്തിയിലെ SA നോഡ് എന്ന ഭാഗമാണ്. ഇത് പേസ് മേക്കർ എന്നും അറിയപ്പെടുന്നു. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണ്. ഇതിൽ അത്യാവശ്യം പോയിന്റ്സ് ഉണ്ട്. നമുക്ക് ഈ ചാപ്റ്റർ നോക്കാം. ഇനി വരുന്ന എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. ദഹനത്തെ കുറിച്ചാണ്. ഏകകോശ ജീവികളായിട്ടുള്ള അമീബയിലും അതുപോലെ ബഹുകോശ ജീവിയായ ഹൈഡ്രയിലും ദഹന പ്രക്രിയയിലെ മാറ്റം എങ്ങനെയാണെന്നാണ് ഇനി പറയുന്നത്. അമീബയിൽ എങ്ങനെയാണ്? കോശാന്തരിക ദഹനമാണ് അമീബയിൽ നടക്കുന്നത്. അമീബയിൽ കോശാന്തരിക ദഹനമാണ് നടക്കുന്നത്. അതുപോലെ ഹൈഡ്രയിൽ എന്താണ്? ഹൈഡ്രയിൽ കോശാന്തരിക ദഹനവും നടക്കുന്നുണ്ട്, അതുപോലെ ബാഹ്യ ദഹനവും നടക്കുന്നുണ്ട്. എങ്ങനെയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അമീബയുടെ കാര്യത്തിൽ ആഹാര വസ്തുവിനടുത്ത് എത്തുന്നു. കപടപാദം ഉപയോഗിച്ചാണ് ആഹാരത്തെ കോശത്തിനുള്ളിലാക്കുന്നത്. ചോദിച്ചിട്ടുണ്ട്, കപടപാദങ്ങൾ ഉപയോഗിച്ചാണ് അമീബ ആഹാരത്തെ കോശത്തിന്റെ ഉള്ളിൽ ആക്കുന്നത്. അതിനുശേഷം ആഹാരം ഫുഡ് വാക്യൂളിനുള്ളിൽ എത്തുന്നു. എൻസൈമുകൾ ആഹാരത്തെ ദഹിപ്പിക്കുന്നു. കോശാന്തരിക ദഹനമാണ് അമീബയിൽ നടക്കുന്നത്. അവശിഷ്ടങ്ങൾ എങ്ങനെയാണ്? കോശ ഉപരിതലത്തിൽ നിന്നാണ് പുറന്തള്ളപ്പെടുന്നത്. ഹൈഡ്രയിൽ എങ്ങനെയാണ്? ഹൈഡ്രയിൽ ടെന്റക്കിളിന്റെ സഹായത്തോടെ പഠിച്ചു വെക്കണം. ഹൈഡ്രയിൽ ടെന്റക്കിളിന്റെ സഹായത്തോടെ ഇരയെ മരവിപ്പിച്ച് വായ്ക്കുള്ളിലാക്കുകയും ശരീര അറയിൽ എത്തിക്കുകയും ചെയ്യുന്നു. ശരീര അറയുടെ ഉൾഭിത്തിയിൽ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകളുടെ പ്രവർത്തനത്താൽ ശരീര അറയിൽ വെച്ച് ദഹനം ആരംഭിക്കുന്നു. കോശബാഹ്യ ദഹനമാണ് അവിടെ. പിന്നെന്താണ്? കോശത്തിനുള്ളിൽ എത്തുന്ന ഭാഗികമായിട്ട് ദഹിച്ച ഘടകങ്ങൾ ഫുഡ് വാക്യൂളിലെ എൻസൈമുകൾ പൂർണ്ണമായിട്ടും ദഹിപ്പിക്കുന്നുണ്ട്. കോശാന്തരിക ദഹനം. ഹൈഡ്രയിൽ കോശബാഹ്യ ദഹനവും നടക്കുന്നുണ്ട്, കോശാന്തരിക ദഹനവും നടക്കുന്നുണ്ട്. അവശിഷ്ടങ്ങൾ വായിലൂടെയാണ്
പുറന്തള്ളുന്നത്. പഠിച്ചു വെക്കണം. അമീബയിൽ ആഹാരം സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? കപടപാദങ്ങൾ ഉപയോഗിച്ചാണ്. PVQ ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രയിൽ എങ്ങനെയാണ്? ടെന്റക്കിളിന്റെ സഹായത്തോടെയാണ്. അത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യനിലെ കോശബാഹ്യ ദഹന പ്രക്രിയയിലെ യാന്ത്രിക ദഹനവും രാസിക ദഹനവും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ദഹനം? സങ്കീർണമായ ആഹാര ഘടകങ്ങളെ ആഗിരണത്തിനായിട്ട് ലഘു ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് ദഹനം, ഡൈജസ്റ്റൻ. യാന്ത്രിക ദഹനം എന്താണ്? ആഹാരത്തെ ചെറുകണികകളാക്കി മാറ്റുന്നു. പല്ലുകൾ ആഹാരത്തെ ചവച്ചരയ്ക്കുന്നതിലൂടെയും ആമാശയത്തിലെയും ചെറുകുടലിലെയും പേശികളിലെ ശക്തമായ സങ്കോചത്തിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. മെക്കാനിക്കൽ ഡൈജസ്റ്റൻ എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാസിക ദഹനത്തിൽ എങ്ങനെയാണ്? അവിടെ ദഹനരസത്തിലെ എൻസൈമിന്റെ പ്രവർത്തനം കൊണ്ട് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്യുന്ന രീതിയാണ് രാസിക ദഹനം. യാന്ത്രിക ദഹനം എന്ന് വെച്ചാൽ പല്ലുകൾ ഉപയോഗിച്ച് ചവച്ചരച്ചാണ് ആഹാരത്തെ ചെറുകണികകളാക്കി മാറ്റുന്ന. രാസിക ദഹനത്തില് എൻസൈമിന്റെ സഹായത്തോടെ. അടുത്ത നമ്മൾ ഇനി പഠിക്കുന്നത് യാന്ത്രിക ദഹനം നടക്കുന്ന ഭാഗങ്ങളാണ്. വായ്, ആമാശയം, ചെറുകുടൽ. ഇത് നമ്മൾ എന്താന്ന് പഠിക്കും. അതിനു മുന്നേ ഇവിടെ ബോക്സിൽ അയവിറക്കലിന് പിന്നിലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. വിശ്രമിക്കുമ്പോഴും പശുക്കള് തുടർച്ചയായിട്ട് ചവച്ചരയ്ക്കുന്നുണ്ട്. ഇവയുടെ ഈ പശുവിന്റെ ആമാശയത്തില് 4 അറകളുണ്ട്. ഏതൊക്കെയാന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. റൂമൻ, റെറ്റിക്കുലം, ഒമാസം, അബോമാസം. 4 അറകൾ ഏതൊക്കെയാണ്? റൂമൻ, റെറ്റിക്കുലം, ഒമാസം, അബോമാസം എന്നിവയാണ്. ആഹാരത്തിലെ സെല്ലുലോസ്, ഹെമി സെല്ലുലോസ് മുതലായവ ഘടകങ്ങളെ ഈ റൂമനിലും റെറ്റിക്കുലത്തിലുമുള്ള സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം ഉപയോഗിച്ച് വിഘടിപ്പിക്കും. റൂമനില് താൽക്കാലികമായിട്ട് സംഭരിക്കുന്ന ആഹാരം തിരികെ വായിൽ എത്തിയിട്ട് വീണ്ടും ചവച്ചരയ്ക്കപ്പെടുന്നതോടെയാണ് ദഹന പ്രക്രിയ കൂടുതലായിട്ട് കാര്യക്ഷമം ആകുന്നത്. പശുവിന്റെ ആമാശയത്തില് 4 അറകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. റൂമൻ, റെറ്റിക്കുലം, ഒമാസം, അബോമാസം. ഇനി നമ്മൾ പഠിക്കുന്ന ഈ യാന്ത്രിക ദഹനം നടക്കുന്ന ഭാഗങ്ങളാണ്. ആദ്യം വായാണ്. എങ്ങനെയാണ്? വായ്ക്കുള്ളിലാണ് പല്ലുകള് ആഹാരത്തെ കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും സഹായിക്കുന്നു. ചവച്ചരയ്ക്കൽ പ്രക്രിയയെ നാക്ക്, ഉമിനീര് ഇവ സഹായിക്കുന്നുണ്ട്. വിവിധ തരം പല്ലുകളും അവയുടെ ധർമ്മങ്ങളും നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. കാണാത്തവര് ആ വീഡിയോസ് ഒക്കെ കാണുക, ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ പല്ലിന്റെ ഘടന കൊടുത്തിട്ടുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞതാണ് ഇനാമല്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? ഇനാമലാണ്. പല്ലിന്റെ പുറം കവചമാണ്, നിർജീവമാണ്. പഠിച്ചു വെക്കണം എല്ലാ പോയിന്റും. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ്. പല്ലിന്റെ പുറം കവചമാണ്, നിർജീവമാണ്. അടുത്തത് ഡെന്റൈൻ, ആണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഏത്? ഡെന്റൈൻ. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഏതാണ്? ഡെന്റൈൻ ആണ്. അതുപോലെ പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗം ഏതാണ്? പൾപ്പ് ക്യാവിറ്റിയാണ്. പൾപ്പ് എന്ന മൃദുവായ യോജക കല കാണപ്പെടുന്നു. രക്തക്കുഴലുകൾ, നാഡികൾ, ഒഡന്റോബ്ലാസ്റ്റ് കോശങ്ങൾ എന്നിവ കാണപ്പെടുന്നു. പൾപ്പ് ക്യാവിറ്റിയിലാണ് രക്തക്കുഴല്, നാഡികള്, ഒഡന്റോബ്ലാസ്റ്റ് കോശങ്ങൾ ഇവയൊക്കെ കാണപ്പെടുന്നത്. അടുത്തത് സിമന്റം. പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ് ഏത്? സിമന്റം. പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ് ഏത്? സിമന്റം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണെന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇനാമലാണ്. അടുത്ത യാന്ത്രിക ദഹനം നടക്കുന്ന ഭാഗമാണ് ആമാശയം. ആമാശയപേശികളിലെ ശക്തമായിട്ടുള്ള പെരിസ്റ്റാൾസിസ് ആഹാരത്തെ കുഴമ്പ് രൂപത്തിൽ ആക്കുന്നു. ചോദിച്ചിട്ടുണ്ട്. ആമാശയത്തിലെ പെരിസ്റ്റാൾസിസ് ആണ് ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കാൻ സഹായിക്കുന്നത്. ആമാശയത്തിന്റെ അവസാന ഭാഗത്തുള്ള പ്രത്യേകതരം വലയപേശി ആഹാരത്തെ മതിയായ സമയം ആമാശയത്തിൽ നിർത്തുന്നു. പഠിച്ചു വെക്കണം. വലയപേശിയാണ് ആഹാരത്തെ ആവശ്യമായ സമയം നമ്മുടെ ആമാശയത്തിൽ നിർത്തുന്നത്. അതുപോലെ ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്ന പെരിസ്റ്റാൾസിസ് എന്ന പ്രക്രിയ വഴിയാണ്.
പിന്നെ അടുത്തത് ചെറുകുടൽ. ചെറുകുടലിൽ എങ്ങനെയാണ്? ചെറുകുടലിൽ നടക്കുന്ന പെരിസ്റ്റാൾസിസ്, സെഗ്മെന്റേഷൻ. ചെറുകുടലിലും പെരിസ്റ്റാൾസിസ് നടക്കുന്നുണ്ട്. പിന്നുള്ളത് സെഗ്മെന്റേഷൻ ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ചെറുകുടലിൽ നടക്കുന്ന പെരിസ്റ്റാൾസിസ്, സെഗ്മെന്റേഷൻ തുടങ്ങിയ യാന്ത്രിക പ്രവർത്തനങ്ങൾ ആഹാരത്തിന്റെ സഞ്ചാരം സുഗമമാക്കുന്നതിനും ആഹാരത്തെ ദഹനരസവുമായിട്ട് കലർത്തുന്നതിനും സഹായിക്കുന്നുണ്ട്. പഠിച്ചു വെക്കണം. മനുഷ്യനില് യാന്ത്രിക ദഹനം നടക്കുന്നത് എവിടൊക്കെ വെച്ചാണ്? വായ്, ആമാശയം, ചെറുകുടല്. പല്ലുകൾ ആഹാരത്തെ കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും സഹായിക്കുന്നുണ്ട്. ഈ ചവച്ചരക്കൽ പ്രക്രിയയെ നാക്ക്, ഉമിനീര് സഹായിക്കുന്നുണ്ട്. ആമാശയത്തിൽ എങ്ങനെയാണ്? ആമാശയഭിത്തിയുടെ പെരിസ്റ്റാൾസിസ് മൂലം ആഹാരം കുഴമ്പ് രൂപത്തിലാകുന്നുണ്ട്. പിന്നെ ചെറുകുടല്. ചെറുകുടലിലെ പെരിസ്റ്റാൾസിസ്, സെഗ്മെന്റേഷൻ പ്രവർത്തനങ്ങൾ ആഹാരം നീങ്ങാനും ദഹനരസവുമായിട്ട് കലരാനും സഹായിക്കുന്നുണ്ട്. പിന്നെ പല്ലിന്റെ 3 ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കണം. ദന്തമകുടം, ദന്തഗളം, ദന്തമൂലം. പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജകകല ഏതാണ്? സിമന്റമാണ്. പിന്നെ പെരിസ്റ്റാൾസിസ് നമ്മൾ പറഞ്ഞാണ്. അതുപോലെ ആഹാരത്തെ മതിയായ സമയം ആമാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്നത് ഏതാണ്? വലയപേശിയാണ്. ഇമ്പോർട്ടന്റ് ആണ്, PYQ ആണ്. അടുത്ത ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിഴുങ്ങൽ. വിഴുങ്ങലിനെ കുറിച്ചാണ്. നമ്മൾ ആഹാരം വിഴുങ്ങുമ്പോൾ ഗ്രസനിയിൽ കാണുന്ന ചെറുനാക്കും പിന്നെ എപ്പിഗ്ലോട്ടിസും ഗ്രസനിയിൽ കാണുന്ന ചെറുനാക്കും എപ്പിഗ്ലോട്ടിസും സഹായിക്കുന്നത് എങ്ങനെന്നാണ് ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഗ്രസനിലേക്ക് തുറക്കുന്ന നാസാഗഹ്വരത്തെ ചെറുനാക്ക് അടയ്ക്കുന്നതുകൊണ്ടാണ് ആഹാരം അങ്ങോട്ട് പോകാത്തത്. ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതിരിക്കാൻ എപ്പിഗ്ലോട്ടിസ് ഒരു അടപ്പ് പോലെ പ്രവർത്തിക്കുന്നുണ്ട്. പഠിച്ചു വെക്കണം. ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതിരിക്കാൻ സഹായിക്കുന്നത് എപ്പിഗ്ലോട്ടിസ് ആണ്. അത് PYQ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. എപ്പിഗ്ലോട്ടിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നാക്ക് ആഹാരത്തെ അണ്ണാക്കിന്റെ സഹായത്തോടെ അമർത്തി ഉരുളകളാക്കുന്നുണ്ട്. ഗ്രസനിലേക്ക് തുറക്കുന്ന നാസാഗഹ്വരത്തെ ചെറുനാക്ക് അടയ്ക്കുന്നുണ്ട്. നാക്കിന്റെ പിൻഭാഗം ആഹാരത്തെ എപ്പിഗ്ലോട്ടിസിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നുണ്ട്. ശ്വാസനാളം മുകളിലേക്ക് ഉയർന്ന് എപ്പിഗ്ലോട്ടിസ് അടയ്ക്കുന്നു. നമ്മൾ ആഹാരത്തിന്റെ വിഴുങ്ങലും അതുപോലെ യാന്ത്രിക ദഹനം നടക്കുന്നതൊക്കെ എന്താന്ന് പറഞ്ഞു. ഒന്നുകൂടെ കേട്ട് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. യാന്ത്രിക ദഹനം കഴിഞ്ഞു. ഇനി രാസിക ദഹനത്തെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം വായില് ഉമിനീർ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീരിലെ സലൈവറി അമിലേസ്. ഉമിനീരിലാണ് സലൈവറി അമിലേസ് കാണുന്നത്. ഇതിന്റെ സഹായത്തോടെയാണ് അന്നജത്തിന്റെ ദഹനം ആരംഭിക്കുന്നത്. പഠിച്ചു വെക്കുക. ഉമിനീർ ഗ്രന്ഥികൾ സ്രവിക്കുന്ന ഉമിനീരിലെ സലൈവറി അമിലേസ് എന്ന എൻസൈമാണ് അന്നജത്തിന്റെ ദഹനത്തിന് തുടക്കമിടുന്നത്. അതിനുശേഷം അന്നനാളം. പെരിസ്റ്റാൾസിസ്. അന്നനാളത്തിലെ പെരിസ്റ്റാൾസിസ് ആഹാരത്തെ ആമാശയത്തിലേക്ക് എത്തിക്കുന്നു. ആമാശയ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയരസത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ആഹാരത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. ഇത് pH ക്രമീകരിക്കുന്നു. ഇതിലെ എൻസൈമുകളായിട്ടുള്ള പെപ്സിൻ പ്രോട്ടീനെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു. പെപ്സിനാണ് പ്രോട്ടീനെ ദഹിപ്പിക്കുന്നത്. ലിപ്പേസുകൾ കൊഴുപ്പിന്റെ ദഹനത്തെ സഹായിക്കുന്നു. കൊഴുപ്പിന്റെ ദഹനത്തെ സഹായിക്കുന്ന ലിപ്പേഴ്സ് ആണ്. PYQ ആണ്. പഠിച്ചു വെക്കുക. ശ്ലേഷ്മം ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശയഭിത്തിയെ സംരക്ഷിക്കുന്നു. പഠിച്ചു വെക്കണം. ആമാശയ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയരസത്തിലെ എൻസൈമുകളാണ് ഏത്? പെപ്സിൻ. പെപ്സിനാണ് പ്രോട്ടീനെ ഭാഗികമായിട്ട് ദഹിപ്പിക്കാൻ സഹായിക്കുന്നത്. ചോദിച്ചിട്ടുണ്ട്. പ്രോട്ടീനെ ദഹിപ്പിക്കുന്നത് പെപ്സിനാണ്. കൊഴുപ്പിന്റെ ദഹനത്തിന് സഹായിക്കുന്നത് ഏതാണ്? ലിപ്പേസ് ആണ്. അടുത്തത് ചെറുകുടലിലെ കാര്യമാണ് പറയുന്നത്. കരള്, പാൻക്രിയാസ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ചെറുകുടലിൽ എത്തിയിട്ട് ദഹനത്തെ സഹായിക്കുന്നുണ്ട്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ഏതാണ്? പിത്തരസമാണ്. പഠിച്ചു വെക്കണം. അത് PYQ ആണ്. പിന്നെ ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡസ്റ്റൈനൽ ജ്യൂസിന്റെ വിവിധ കാർബോഹൈഡ്രേറ്റ്സ് സങ്കീർണ കാർബോഹൈഡ്രേറ്റുകളെ ലഘുഘടകങ്ങളായിട്ടുള്ള ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗ്യാലക്ടോസ് എന്നിവയാക്കുന്നു. പിന്നെ പ്രോട്ടീസുകൾ പ്രോട്ടീനുകളെ അമിനോ ആസിഡാക്കി മാറ്റുന്നുണ്ട്. ലഘുപോഷക ഘടകങ്ങള് ജലം, വൈറ്റമിൻസ്, ധാതുക്കൾ എന്നിവയുടെ ആഗിരണം മുഖ്യമായിട്ട് നടക്കുന്നത് എവിടാണ്? ചെറുകുടലിൽ വെച്ചാണ്. അത് പഠിച്ചു വെക്കുക. PYQ ആണ്. കരളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കരളാണ് പിത്തരസം.
കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ഏതാണ്? പിത്തരസമാണ്. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്, പഠിച്ചു വെക്കണം. ഇത് പിത്താശയത്തിലാണ് സംഭരിക്കുന്നത്. പിത്തരസത്തിൽ എൻസൈം ഇല്ല, അതും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. പിത്തരസത്തിൽ എന്താണ്? എൻസൈംസ് ഇല്ല. ഇത് പക്വാശയത്തിലെത്തി കൊഴുപ്പിനെ ചെറുകണികളാക്കുകയും pH ക്രമീകരിക്കുകയും ചെയ്യുന്നു. പിത്തരസത്തിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പാൻക്രിയാസിൽ എങ്ങനെയാണ്? പാൻക്രിയാറ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് പക്വാശയത്തിലെത്തി ദഹനത്തെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇതിലെ പാൻക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ ഭാഗികമായിട്ട് ദഹിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ട്രിപ്സിനാണ് പ്രോട്ടീനുകളെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നത്. ലിപ്പേസുകൾ കൊഴുപ്പിനെ പൂർണ്ണമായിട്ടും ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്നത്. കൊഴുപ്പിനെ ദഹിക്കാൻ സഹായിക്കുന്നത് ലിപ്പേസ് ആണ്, അതും BYQ. അടുത്തത് വൻകുടലിലെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. വൻകുടലിൽ എങ്ങനെയാണ്? ദഹനവിധേയമാകാത്ത ആഹാര പദാർത്ഥങ്ങൾ എത്തുന്നത് എവിടാണ്? വൻകുടലിലാണ്. അവശേഷിക്കുന്ന ജലവും ലവണവും ആഗിരണം ചെയ്യുന്നത് വൻകുടലിൽ വെച്ചാണ്. ഇവിടെയുള്ള ചില ബാക്ടീരിയകൾ വൈറ്റമിൻ K അതുപോലെ B കോംപ്ലക്സ് എന്നിവ ഉൽപ്പാദിപ്പിക്കും. ഇത് ചോദിച്ചിട്ടുണ്ട്. വൻകുടലിൽ കാണപ്പെടുന്ന വൈറ്റമിൻസ് ചോദിച്ചിട്ടുണ്ട്, BYQ ആണ്. വൈറ്റമിൻ K, B കോംപ്ലക്സ് ഒക്കെയാണ്. ദഹനാവശിഷ്ടത്തെ മലാശയത്തിലേക്ക് എത്തിച്ച് മലദ്വാരത്തിലൂടെ പുറന്തള്ളുന്നു. നമ്മൾ യാന്ത്രിക ദഹനത്തിൽ നടക്കുന്ന കാര്യങ്ങളും അതുപോലെ രാസിക ദഹനത്തിൽ നടക്കുന്നതാണ് പറഞ്ഞത്. ഇമ്പോർട്ടന്റ് ആണ്, ഒന്നുകൂടെ കേട്ട് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ജസ്റ്റ് പറയാം. അമീബയിൽ ആഹാര സ്വീകരണം എങ്ങനെയാണ്? കപടപാദങ്ങൾ ഉപയോഗിച്ചാണ്. ഹൈഡ്രയിൽ എങ്ങനെയാണ്? ടെന്റക്കിൾ ഉപയോഗിച്ചാണ്. പിന്നെ അമീബയിൽ കോശാന്തരിക ദഹനമാണ് നടക്കുന്നത്. ഹൈഡ്രയിൽ രണ്ടും നടക്കുന്നുണ്ട്. കോശ ബാഹ്യ ദഹനവും ഉണ്ട്, ആന്തരിക ദഹനവും നടക്കുന്നുണ്ട്. ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ദഹനത്തെ കുറിച്ചാണ് പറയുന്നത്. ആഹാര ഘടകങ്ങളെ ലഘു ഘടകങ്ങളാക്കി ആഗിരണത്തിന് വേണ്ടി മാറ്റുന്ന പ്രക്രിയ പറയുന്നതാണ് എന്ത്? ദഹനം എന്ന് പറയുന്നത്. 2 ടൈപ്പ് ഉണ്ട്, 2 തരത്തിൽ നടക്കുന്നുണ്ട്. യാന്ത്രിക ദഹനമുണ്ട്, രാസിക ദഹനമുണ്ട്. യാന്ത്രിക ദഹനം എന്ന് വെച്ചാൽ നമ്മൾ പല്ലുപയോഗിച്ച് ചവച്ചരച്ച് എങ്ങനെ ആഹാരത്തെ ചെറു കണികളാക്കി മാറ്റുന്ന പ്രക്രിയയാണ്. പിന്നെ അതുപോലെ തന്നെ ആമാശയത്തിലെയും ചെറുകുടലിലെയും പേശികളുടെ സങ്കോച ഫലമായിട്ടും എന്താണ്? ആഹാരം ചെറു കണികളാക്കി മാറ്റുന്നത്. അതാണ് യാന്ത്രിക ദഹനത്തിൽ വരുന്നത്. രാസിക ദഹനത്തിൽ ആഹാരം ദഹിപ്പിക്കുന്ന എൻസൈംസ് ആണ്, അതാണ് പറയുന്നത്. പിന്നെ ഇവിടെ പശുവിന്റെ ആമാശയത്തിലെ അറകൾ പറഞ്ഞിട്ടുണ്ട്, 4 ഉണ്ട്. ഏതൊക്കെയാണ്? റൂമൻ, റെറ്റിക്കുലം, ഒമാസം, അബോമാസം. 4 ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക, ഇമ്പോർട്ടന്റ് ആണ്. യാന്ത്രിക ദഹനം നടക്കുന്ന ഭാഗമാണ് വായ്, ആമാശയം, ചെറുകുടൽ. പല്ലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, അത് ചോദിക്കുന്നതാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് ഏത്? ഇനാമല്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഏതാണ്? ഡെന്റേലാണ്. പിന്നെ പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കല ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? സിമന്റമാണ്. ആമാശയ പേശികളുടെ ശക്തമായ പെരിസ്റ്റാൾസിസ്, അതിന്റെ ഫലമായിട്ടാണ് ആഹാരം കുഴമ്പ് രൂപത്തിൽ ആക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫുഡ് നമുക്ക് ആവശ്യമായ സമയം ആമാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്നത് വലയപേശിയാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ചെറുകുടലിൽ നടക്കുന്നതാണ് പെരിസ്റ്റാൾസിസും അതുപോലെ സെഗ്മെന്റേഷൻ, അത് പഠിച്ചു വെക്കുക. പിന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് വിഴുങ്ങലിനെ കുറിച്ചാണ്. അതിൽ എപ്പിഗ്ലോട്ടിസിനെ കുറിച്ച് നോട്ട് ചെയ്ത് വെക്കണം. ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതിരിക്കാൻ സഹായിക്കുന്നത് എപ്പിഗ്ലോട്ടിസ് ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ചോദിച്ചിട്ടുണ്ട്. അടുത്ത പറഞ്ഞിരിക്കുന്ന വായിലെയും ആമാശയത്തിലെയും ചെറുകുടലിലെയും വൻകുടലിലെയും ഒക്കെ രാസിക ദഹനത്തെ പറ്റിയാണ്. കരൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് പിത്തരസം, അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. പിന്നെ ഉമിനീർ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് സലൈവറി അമിലേസ്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കൊഴുപ്പിനെ ദഹനത്തിന് സഹായിക്കുന്ന ലിപ്പേസുകളാണ്, അതും PYQ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വൻകുടലിൽ കാണുന്ന വൈറ്റമിൻസ് വൈറ്റമിൻ Kയും B കോംപ്ലക്സുമാണ്, അതൊക്കെ ചോദിച്ചിട്ടുണ്ട്, നോട്ട് ചെയ്ത് നോക്കുക. അതുപോലെ കരൾ ഇമ്പോർട്ടന്റ് ആണ്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം പിത്തരസമാണ്, നമ്മളിപ്പോ കുറെ വട്ടം പറഞ്ഞു, ചോദിക്കുന്നതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഈ പിത്തരസത്തിൽ എൻസൈം ഇല്ല, ഒരു വട്ടം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഒരു വട്ടം അല്ല, പലവട്ടം ചോദിച്ചിട്ടുണ്ട്. എൻസൈമുകളില്ല, പക്ഷെങ്കിൽ കൊഴുപ്പിനെ ചെറു കണികളാക്കുന്നുണ്ട്. പിന്നെ pH ക്രമീകരിക്കുന്നുണ്ട് പിത്തരസം, നോട്ട് ചെയ്ത് നോക്കുക, ഇമ്പോർട്ടന്റ് ആണ്. മനുഷ്യനില് പൂർണ്ണമായിട്ടും കോശബാഹ്യ ദഹനമാണ് നടക്കുന്നത്. നമുക്കറിയാം, ചെറുകുടലിൽ വെച്ച് ദഹനം പൂർത്തിയാകുകയും, ഒരു PYQ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ്. ദഹനം പൂർത്തിയാകുന്ന എവിടെ വെച്ചാണ്?
ചെറുകുടലിൽ വെച്ചാണ്. ചെറുകുടലിൽ വെച്ച് ദഹനം പൂർണ്ണമാവുകയും ലഘു ഘടകങ്ങളുടെ ആഗിരണം മുഖ്യമായും നടക്കുകയും ചെയ്യുന്നു. ചെറുകുടലിൽ ഇതിനാവശ്യമായിട്ടുള്ള ഘടനാപരമായ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറഞ്ഞു. വില്ലസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, PSC ചോദിക്കുന്നതാണ്. നമ്മളിപ്പോ PYQ ചെയ്ത് 10th പ്രിലിംസിന് വേണ്ടി PYQ ചെയ്തായിരുന്നു, അതിലും ഈ വില്ലസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, പഠിച്ചു വെക്കണം. 6 മീറ്ററോളം നീളമുള്ളതും 2.5 സെന്റിമീറ്ററോളം വ്യാസമുള്ളതും നീണ്ടു ചുരുണ്ടതും പേശി നിർമ്മിതവുമാണ് ചെറുകുടൽ. ചെറുകുടലിന്റെ ആദ്യ ഭാഗമാണ് എന്ത്? പക്വാശയം. പഠിച്ചു വെക്കണം, PYQ ആണ്. ചെറുകുടലിന്റെ സവിശേഷ ഘടന നമുക്ക് ദഹനത്തിനും ആഗിരണ പ്രക്രിയയ്ക്കും സഹായകരമാണ്. ഉൾഭിത്തിയിലുടനീളം വിരലുകൾ പോലെ ഭാഗങ്ങൾ കാണപ്പെടുന്നുണ്ട്, അതാണ് എന്ത്? വില്ലസുകൾ എന്ന് പറയുന്നത്. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇവയാണ് ചെറുകുടലിലെ ആഗിരണ പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്ന. ചോദിച്ചിട്ടുണ്ട്, ചെറുകുടലിലെ ആഗിരണ പ്രതല വിസ്തീർണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത് വില്ലസുകളാണ്, PYQ ആണ്. അടുത്ത വില്ലസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വില്ലസിന്റെ ഘടന ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പുറമേ ഉള്ള ഭാഗമാണ് ഇത്? ഒറ്റനിര എപ്പിത്തീലിയൽ കോശങ്ങൾ. പഠിച്ചു വെക്കുക. ഏറ്റവും പുറമേയുള്ള വില്ലസിന്റെ പുറമേയുള്ള ഭാഗമാണ് ഏത്? ഒറ്റനിര എപ്പിത്തീലിയൽ കോശങ്ങൾ. പോഷകാഗിരണത്തിനുള്ള പ്രാഥമിക പ്രതലമാണ് ഇത്? ഒറ്റനിര എപ്പിത്തീലിയൽ കോശങ്ങൾ. പിന്നെ അടുത്തത് ലോമികളാണ്. ഒരു ധമനീശാഖ വില്ലസിലേക്ക് പ്രവേശിച്ച് ലോമികകളെ രൂപപ്പെടുത്തുന്നു. ലോമികകൾ കൂടിച്ചേർന്ന് സിരയായിട്ട് പുറത്തേക്ക് പോകുന്നു. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡുകൾ എന്നിവ ആഗിരണം ചെയ്യുന്നു. ലാക്റ്റിയൽ ആണ് അടുത്തത്. അടുത്ത ഭാഗമാണ് ലാക്റ്റിയൽ. ലിംഫ് വാഹിയുടെ ശാഖയാണ് ലാക്റ്റിയൽ. ഇതിലെ ലിംഫിലേക്ക് ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നിവ ആഗിരണം ചെയ്യുന്നുണ്ട്. വില്ലസിന്റെ ഭാഗങ്ങൾ പഠിച്ചു വെക്കണം. ഏറ്റവും പുറമേ ഉള്ളതാണ് ഒറ്റനിര എപ്പിത്തീലിയൽ കോശം. പോഷകാഗിരണത്തിനുള്ള പ്രാഥമിക പ്രതലമാണത്. പിന്നെ ലോമികളാണ്. പിന്നെ ലാക്റ്റിയലിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. പോഷക ഘടകങ്ങളെ വില്ലസിലെ രക്തത്തിലേക്കും ലിംഫിലേക്കുമാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്. ഈ പോഷക ഘടകങ്ങളുടെ സംവഹനത്തിന് രക്തവും ലിംഫും എങ്ങനെ സഹായിക്കുന്നു എന്നാണ് ഇനി പറഞ്ഞിരിക്കുന്നത്. ഇതും PYQ ആണ്, PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്, രക്തവും ലിംഫും. ആദ്യം രക്തം, ബ്ലഡിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. രക്തത്തിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്ലാസ്മ, രക്തകോശങ്ങൾ. രക്തകോശങ്ങൾ ഏതൊക്കെയാണ്? 3 എണ്ണം ഉണ്ട്. ചുവന്ന രക്താണുക്കള്, വെളുത്ത രക്താണുക്കള്, പ്ലേറ്റ്ലെറ്റ്സ്. പഠിച്ചു വെക്കണം, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. രക്തത്തിൽ പ്ലാസ്മ എത്ര ശതമാനമാണ്? 55%. അതൊരു PYQ ക്വസ്റ്റ്യൻ ആണ്. രക്തത്തിലെ പ്ലാസ്മ എത്ര ശതമാനമാണ്? 55%. രക്തകോശങ്ങൾ എത്ര ശതമാനമാണ്? 45%. പ്ലാസ്മയിൽ വരുന്നതാണ് എന്തൊക്കെ? ജലവും പ്രോട്ടീനും മറ്റു ഘടകങ്ങളും. രക്തകോശങ്ങൾ 3 ടൈപ്പ് ഉണ്ട്. ചുവന്ന രക്താണുക്കള്, വെളുത്ത രക്താണുക്കള്, പ്ലേറ്റ്ലെറ്റ്. പ്രോട്ടീനുകൾ 3 ടൈപ്പ് ഉണ്ട്. ആൽബുമിന്, ഗ്ലോബുലിന്, ഫൈബ്രിനോജൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. പ്രോട്ടീനുകൾ, രക്തത്തിലെ പ്ലാസ്മ പ്രോട്ടീൻസ് ഏതൊക്കെയാണ്? ആൽബുമിൻ എന്തിനു വേണ്ടിയാണ്? ഇത് നമ്മുടെ പഴയ SCRT പറഞ്ഞിട്ടുള്ളതാണ്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നത് ആൽബുമിൻ ആണ്. അടുത്തത് ഗ്ലോബുലിൻ ആണ്. രോഗപ്രതിരോധത്തെയാണ് സഹായിക്കുന്നത്. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നതാണ് ഗ്ലോബുലിൻ. പിന്നുള്ളത് ഫൈബ്രിനോജൻ ആണ്. ഫൈബ്രിനോജൻ ആണ് കൂടുതലും ചോദിച്ചേക്കുന്നത്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഏതാണ്? ഫൈബ്രിനോജൻ ആണ്. ഇതിന്റെയൊക്കെ PDF വേണ്ടവര് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി. അടുത്തത് രക്തകോശങ്ങളാണ്. രക്തകോശങ്ങൾ 45%. ആദ്യം ചുവന്ന രക്തകോശങ്ങൾ എങ്ങനെയാണ് സഹായിക്കുന്നത്? ഓക്സിജന്റെയും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെയും സംവഹനത്തിനാണ് ചുവന്ന രക്താണുക്കൾ സഹായിക്കുന്നത്. വെളുത്ത രക്തകോശങ്ങളോ? രോഗപ്രതിരോധത്തിനെയാണ് സഹായിക്കുന്നത്. ഏത്? വെളുത്ത രക്തകോശങ്ങൾ. പ്ലേറ്റ്ലെറ്റ്സോ? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. പഠിച്ചു വെക്കോ, ഇമ്പോർട്ടന്റ് ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റ് ആണ്. ചുവന്ന രക്താണുക്കൾ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവയുള്ള സംവഹനത്തിനും, വെളുത്ത രക്തകോശങ്ങൾ രോഗപ്രതിരോധത്തിനുമാണ് സഹായിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. പ്ലാസ്മ 55%. രക്തകോശങ്ങൾ 45%. പ്രോട്ടീൻ ആൽബുമിൻ എന്തിനാണ്? രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഗ്ലോബുലിൻ എന്താണ്? രോഗപ്രതിരോധത്തെ സഹായിക്കുന്നു. ഫൈബ്രിനോജൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് കോശങ്ങൾക്കിടയിലായിട്ട് കാണപ്പെടുന്ന ടിഷ്യൂ ദ്രവത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ടിഷ്യൂ ദ്രവത്തെ കുറിച്ചും ലിംഫിനെ കുറിച്ചും. ലോമികകളിലൂടെ രക്തം
ഈ ലോമികളിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ ലോമിക ഭിത്തിയിലെ ചെറു സുഷിരങ്ങളിലൂടെ രക്തത്തിലെ ദ്രാവക ഭാഗം കോശങ്ങൾക്കിടയിലേക്ക് ഊറി ഇറങ്ങുന്നു. ഈ ദ്രാവകമാണ് എന്ത്? ടിഷ്യൂ ദ്രവം എന്ന് പറയുന്നത്. കോശങ്ങളും ടിഷ്യൂ ദ്രവവും തമ്മിലാണ് എന്ത്? പദാർത്ഥ സംവഹനം നടക്കുന്നത്. കോശങ്ങളും ടിഷ്യൂ ദ്രവങ്ങളും തമ്മിലാണ് എന്ത്? പദാർത്ഥ സംവഹനം നടക്കുന്നത്. അടുത്തത് ലിംഫ് ആണ്. ടിഷ്യൂ ദ്രവത്തിന്റെ ഒരു ഭാഗം ലിംഫ് ലോമികളിലേക്ക് പ്രവേശിക്കുന്നു. ഈ ടിഷ്യൂ ദ്രവത്തിന്റെ ഒരു ഭാഗം എന്ത്? ലിംഫ് ലോമികളിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് എന്ത്? ലിംഫ് എന്ന് പറയുന്നത്. ലിംഫിലൂടെയാണ് കൊഴുപ്പിന്റെ ദഹന ഫലമായിട്ടുണ്ടാകുന്ന ലഘുഘടകങ്ങളും കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളുടെയും സംവഹനം നടക്കുന്നത് എവിടെയാണ്? ലിംഫിലാണ്. ഒന്ന് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ഈ രക്തലോമികളിലെ ചെറു സുഷിരങ്ങളിലൂടെ നിന്നും പോഷക ഘടകങ്ങളും ഓക്സിജനുമായിട്ട് കോശങ്ങൾക്കിടയിലേക്ക് ഊറിയിറങ്ങുന്ന രക്തത്തിലെ ദ്രാവക ഭാഗമാണ് എന്ത്? ടിഷ്യൂ ദ്രവം എന്ന് പറയുന്നത്. അടുത്ത ലിംഫ് എങ്ങനെയാണ് രൂപപ്പെടുന്നത്? അതായത് ഈ ടിഷ്യൂ ദ്രവത്തിന്റെ ഒരു ഭാഗം ലിംഫ് ലോമികളിലേക്ക് പ്രവേശിച്ചാണ് എന്ത്? ലിംഫ് ഉണ്ടാകുന്നത്. ഈ പദാർത്ഥ വിനിമയത്തിൽ ടിഷ്യൂ ദ്രവത്തിന്റെ പങ്ക് എന്താണ്? അതായത് ഈ രക്തവും കോശവും തമ്മിലുള്ള പദാർത്ഥ വിനിമയം ടിഷ്യൂ ദ്രവത്തിലൂടെയാണ് നടക്കുന്നത്. രക്തവും കോശങ്ങളും തമ്മിലുള്ള പദാർത്ഥ വിനിമയം നടക്കുന്നത് എങ്ങനെയാണ്? ടിഷ്യൂ ദ്രവത്തിലൂടെയാണ്. അടുത്തത് ലിംഫ് വ്യവസ്ഥ. ഇതിപ്പം റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന് ചോദിച്ചാണ്. ലിംഫ് വ്യവസ്ഥ എന്തൊക്കെ ചേരുന്നതാണ്? ലിംഫ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ലിംഫ് വാഹികള്, ലിംഫ് നോഡ്, സ്പ്ലീന്, അസ്ഥിമജ്ജ, തൈമസ് ഗ്രന്ഥി. എന്തൊക്കെയാണ്? ലിംഫ് വാഹികൾ, ലിംഫ് നോഡുകൾ, സ്പ്ലീന്, അസ്ഥിമജ്ജ, പിന്നെ തൈമസ് ഗ്രന്ഥി. ഇത്രയും ഉൾപ്പെടുന്നതാണ് ലിംഫ് വ്യവസ്ഥ. ലിംഫിൽ ചുവന്ന രക്തകോശങ്ങളോ അതുപോലെ വലിയ പ്രോട്ടീൻ തന്മാത്രകളോ കാണപ്പെടുന്നില്ല. എന്താണ്? ലിംഫില് ചുവന്ന രക്തകോശങ്ങളോ അതുപോലെ വലിയ പ്രോട്ടീൻ തന്മാത്രകളോ കാണപ്പെടുന്നില്ല. ഈ ലിംഫ് വ്യവസ്ഥയാണ് രോഗപ്രതിരോധത്തിലെ മുഖ്യ പങ്ക് വഹിക്കുന്നത്. ആണ് ലിംഫ് വ്യവസ്ഥ രോഗപ്രതിരോധത്തിലെ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. അടുത്ത പറഞ്ഞിരിക്കുന്ന വിവിധ തരം രക്തക്കുഴലുകളെ കുറിച്ചാണ്. ആദ്യം ധമനി, ആർട്ടറിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കട്ടി കൂടിയ ഇലാസ്തികതയുള്ള ഭിത്തിയാണ് ധമനിക്ക്. രക്തം ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന ആരാണ്? ധമനിയാണ്. പഠിച്ചു വെക്കുക. ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്ന കുഴലുകളാണ് ധമനികൾ. കട്ടി കൂടിയതും ഇലാസ്തികതയുള്ള ഭിത്തിയാണ്. അതുപോലെ ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലുമാണ് രക്തം ധമനികളിൽ ഒഴുകുന്നത്. പഠിച്ചു വെക്കുക. ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന കുഴലാണ് ധമനികൾ. അടുത്ത സിരയെ കുറിച്ച് പറയാം, എന്നിട്ട് ലോമിക പറയാം. സിരകളാണ് ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കുഴല്. കട്ടി കുറഞ്ഞ ഭിത്തിയാണ്. പിന്നെ രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലുമാണ് ഒഴുകുന്നത്. സിരയില് വാൽവുകള് കാണപ്പെടുന്നുണ്ട്. ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നു. പഠിച്ചു വെക്കുക. ധമനി ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നു. ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്ന ആരാണ്? സിരയാണ്. പിന്നെ അടുത്തത് ലോമികയാണ്. ലോമിക എന്ന് പറയുന്നത് എന്താണ്? ഈ ധമനിയെയും സിരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാണുന്ന ചെറുകുഴലാണ് ലോമികള്. ഒറ്റനിര കോശങ്ങൾ മാത്രമുള്ളതും സൂക്ഷ്മ സുഷിരങ്ങളുള്ളതുമായിട്ടുള്ള ഭിത്തിയാണ്. കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ധമനിയും സിരയും ലോമിക എന്താന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ചോദിച്ചിട്ടുണ്ട്. അടുത്തത് പോർട്ടൽ സിരയാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ചില സിരകള് ഹൃദയത്തിലേക്ക് നേരിട്ട് രക്തം എത്തിക്കുന്നതിന് പകരം അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. ഇത്തരം സിരകളാണ് പോർട്ടൽ സിര. രക്തം ഹൃദയത്തിലേക്ക് നേരിട്ട് എത്തിക്കുന്നതിന് പകരം അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം കൈമാറുന്നുണ്ട്. അങ്ങനെയുള്ള സിരയാണ് ഏത്? പോർട്ടൽ സിര എന്ന് പറയുന്നത്. ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷക ഘടകങ്ങളെ കരളിൽ എത്തിക്കുന്ന ഹെപ്പാറ്റിക് പോർട്ടൽ സിര ഇതിനൊരു ഉദാഹരണമാണ്. പോർട്ടൽ സിരയ്ക്ക് എക്സാമ്പിളും ആണ് ചോദിച്ചത്, പഠിച്ചു വെക്കുക. ഹെപ്പാറ്റിക് പോർട്ടൽ സിരയാണ്. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നതാണ് പോർട്ടൽ സിരകൾ. എക്സാമ്പിൾ ഏതാണ്? ഹെപ്പാറ്റിക് പോർട്ടൽ സിര. അടുത്തത് ഹൃദയത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. PSC ഹൃദയത്തെ കുറിച്ച് ചോദിക്കാറുള്ളതാണ്. കൂടുതലും ചോദിച്ചിരിക്കുന്ന ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലം ഏതാണ്? പെരികാർഡിയമാണ്. റിപ്പീറ്റഡ് PYQ ആണ്. ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലം ഏതാണ്? പെരികാർഡിയമാണ്. ഹൃദയത്തിന്റെ സംരക്ഷണ സംവിധാനങ്ങളാണ് ഏത്? സ്റ്റേണം, വാരിയല്ല്, നട്ടെല്ല്, പിന്നെ പെരികാർഡിയം. ഈ 4 എണ്ണം. ഹൃദയത്തിന് 4 അറകളാണ് ഉള്ളത്.
ഏതൊക്കെയാണ്? വലത് ഏട്രിയം, പിന്നെ ഇടത് ഏട്രിയം, വലത് വെൻട്രിക്കിള്, ഇടത് വെൻട്രിക്കിള്. പിന്നെന്തൊക്കെയാണുള്ളത്? സിരകളുണ്ട്. ഏതൊക്കെയാണ്? ശ്വാസകോശ സിരയുണ്ട്, ഊർധ്വ മഹാസിരയുണ്ട്, 2 സിരകളാണ്. പിന്നുള്ളത് ധമനികളാണ്. ശ്വാസകോശ ധമനിയുണ്ട്, മഹാധമനിയുണ്ട്. പിന്നെ വാൽവുകൾ ഏതൊക്കെയാണ്? ട്രൈക്കസ്പിഡ് വാൽവ്, ട്രൈക്കസ്പിഡ് വാൽവ്, ബൈക്കസ്പിഡ് വാൽവ്. ട്രൈക്കസ്പിഡ് വാൽവ് വലത് അറകൾക്കുള്ളിലാണ്. പിന്നെ ബൈക്കസ്പിഡ് വാൽവ് ഇടത് അറയിലാണ്. പിന്നെ സെമി ലൂണാർ വാൽവ് മഹാധമനിയുടെയും ശ്വാസകോശ ധമനിയുടെയും തുടക്കത്തിലാണ് കാണപ്പെടുന്നത്. ഏതൊക്കെയാണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അടുത്തത് കാർഡിയാക് സൈക്കിളിനെ കുറിച്ചാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൽ ഉൾപ്പെടുന്ന ഘട്ടങ്ങളാണ് ഏതൊക്കെ? ഏട്രിയൽ സിസ്റ്റോള്, വെൻട്രിക്കുലാർ സിസ്റ്റോള്, ജോയിന്റ് ഡയസ്റ്റോള്. ഇത്തരം ഒരു ചക്രം പൂർത്തിയാക്കാൻ എടുക്കുന്ന ഹൃദയസ്പന്ദനം സമയം പഠിച്ചു വെക്കണം. എത്രയാണ്? 0.8 സെക്കൻഡ് ആണ്. ഒരു കാർഡിയാക് സൈക്കിൾ ആണ് ഹൃദയസ്പന്ദനം, ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. അത് 0.8 സെക്കൻഡ് സമയം മതി. അത് PYQ ആണ്, ചോദിച്ചിട്ടുണ്ട്. അതുപോലെ മനുഷ്യനിലെ സാധാരണ ഹൃദയസ്പന്ദന നിരക്ക് എത്രയാണ്? 72 ആണ്. മിനിറ്റിൽ 72 ആണ്. അടുത്തത് പേസ് മേക്കറിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഹൃദയപേശികളിലെ താളാത്മകമായ സങ്കോചവും പൂർവ്വസ്ഥിതി പ്രാപിക്കലുമാണ് നമ്മുടെ ഹൃദയസ്പന്ദന നിരക്കിനെ നിയന്ത്രിക്കുന്നത്. ഹൃദയ അറകളിലെ സങ്കോചത്തിനാവശ്യമായ വൈദ്യുത തരംഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് വലത് ഏട്രിയത്തിന്റെ ഭിത്തിയിലെ SA നോഡ് എന്ന ഭാഗമാണ്. ഇതിനെയാണ് പേസ് മേക്കർ എന്ന് അറിയപ്പെടുന്നത്. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഹൃദയ അറകളിലെ സങ്കോചത്തിനാവശ്യമായ വൈദ്യുത തരംഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് വലത് ഏട്രിയത്തിന്റെ ഭിത്തിയിലെ SA നോഡാണ്. ഇതാണ് പേസ് മേക്കർ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ECG യെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോ കാർഡിയോഗ്രാം. ഹൃദയം സ്പന്ദിക്കുമ്പോൾ ഹൃദയഭിത്തികളിൽ അനുഭവപ്പെടുന്ന വൈദ്യുത തരംഗങ്ങൾ നമുക്ക് ഗ്രാഫ് രൂപത്തിൽ പരിശോധിച്ചാൽ നമുക്ക് ECG എടുത്താൽ അറിയാൻ പറ്റും. അതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തന വൈകല്യങ്ങൾ തിരിച്ചറിയാൻ ECG എടുത്താൽ മതി. ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നാണ് ഫുൾ ഫോം. അടുത്തത് പൾസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഹൃദയം സ്പന്ദിക്കുമ്പോൾ ഇലാസ്തികതയുള്ള ധമനി ഭിത്തിയിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണെന്ത്? പൾസ് എന്ന് പറയുന്നത്. നമ്മുടെ എന്താണ് ഈ ഹൃദയസ്പന്ദന നിരക്കും പൾസും എന്താണ്? സെയിം ആണ്. അടുത്തത് രക്തസമ്മർദ്ദത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഹൃദയം സങ്കോചിക്കുമ്പോഴും പൂർവസ്ഥിതി പ്രാപിക്കുമ്പോഴും ധമനി ഭിത്തികളിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണെന്ത്? രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. സിസ്റ്റോള്, ഡയസ്റ്റോള്. അതായത് ഹൃദയം സങ്കോചിക്കുന്നതാണ് സിസ്റ്റോള്. അത് ഏകദേശം ഹൃദയം സങ്കോചിക്കുമ്പോൾ 70 മില്ലി രക്തമാണ് ധമനികളിലേക്ക് പമ്പ് ചെയ്യുന്നത്. ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയാണ്? അപ്പോൾ 120 ആണ്. അതാണ് സിസ്റ്റോളിക് പ്രഷർ. സിസ്റ്റോളിക് പ്രഷറും ഡയസ്റ്റോളിക് പ്രഷറും എത്രയാണെന്ന് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. 120 ആണ് സിസ്റ്റോളിക് വരുന്നത്, 80 ആണ് ഡയസ്റ്റോളിക് പ്രഷർ. അത് പഠിച്ചു വെക്കണം, PYQ ആണ്. ഹൃദയം സങ്കോചിക്കുമ്പോൾ അതായത് സിസ്റ്റോള്, പൂർവസ്ഥിതി പ്രാപിക്കുമ്പോൾ ഡയസ്റ്റോള്, ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണെന്ത്? രക്തസമ്മർദ്ദം. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന 2 ഉപകരണമാണ് സിഗ്മോമാനോമീറ്ററും പിന്നെ ഡിജിറ്റൽ BP അപ്പാരറ്റസും. ചോദിച്ചിട്ടുണ്ട്, രണ്ടും പഠിച്ചു വെക്കുക. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹൈപ്പർ ടെൻഷനും ഹൈപ്പോ ടെൻഷനെ കുറിച്ചുമാണ്. എന്താണ്? നമ്മൾ രക്തസമ്മർദ്ദത്തിന്റെ സാധാരണ വാല്യൂ വരുന്നത് 120/80 mmHg ആണ്. ഇത് കൂടുമ്പോൾ, ഈ വാല്യൂവില് കൂടുമ്പോഴാണ് എന്ത്? ഹൈപ്പർ ടെൻഷൻ. അതിൽ കുറയുന്നതാണ് എന്ത്? ഹൈപ്പോ ടെൻഷൻ. മിനിമം വാല്യൂ എത്രയാണെന്ന് പഠിക്കണം, 120/80 ആണ്. ചോദിച്ചിട്ടുണ്ട്. അടുത്തത് ദ്വിപര്യനം എന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യനിലെ രക്തപര്യനം ദ്വിപര്യനം എന്ന് വിളിക്കാൻ കാരണം എന്താണ്? അതായത് ഹൃദയവും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളും തമ്മിലുള്ള പര്യനം, അതാണ് എന്ത്? സിസ്റ്റമിക് പര്യനം. പിന്നെ ഹൃദയവും ശ്വാസകോശങ്ങളും തമ്മിലുള്ള പര്യനമുണ്ട്, അതാണ് എന്ത്? പൾമണറി പര്യനം. ഈ 2 എണ്ണവും നടക്കുന്നുണ്ട്. സിസ്റ്റമിക് പൾമണറി പര്യനത്തിലൂടെ ഒരു ഭാഗത്തു നിന്ന് രക്തം 2 പ്രാവശ്യമായിട്ട് ഹൃദയത്തിലൂടെ കടന്ന് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യനിലെ രക്തപര്യനം ദ്വിപര്യനം എന്ന് അറിയപ്പെടുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. മനുഷ്യനിലെ രക്തപര്യനം ദ്വിപര്യനം എന്നാണ് അറിയപ്പെടുന്നത്.
അതായത് പൾമണറി പര്യനമുണ്ട്, സിസ്റ്റമിക് പര്യനവുമുണ്ട്. സിസ്റ്റമിക് പര്യനം എന്ന് വെച്ചാൽ ഹൃദയവും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും തമ്മിൽ നടക്കുന്ന പര്യനമാണ് എന്ത്? സിസ്റ്റമിക് പര്യനം. അതുപോലെ ഹൃദയവും ശ്വാസകോശവും തമ്മിൽ നടക്കുന്ന പര്യനമാണ് എന്ത്? പൾമണറി പര്യനം. അതുകൊണ്ടാണ് മനുഷ്യനിലെ രക്തപര്യനം ദ്വിപര്യനം എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് സിസ്റ്റമിക് പര്യനം ഇടത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് വലത്തെ ഏട്രിയത്തിലും, പൾമണറി പര്യനം വലത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് ഇടത്തെ ഏട്രിയത്തിലും അവസാനിക്കുന്നു. രക്തപര്യനത്തിൽ ഒരേ രക്തം 2 പ്രാവശ്യം ഹൃദയത്തിലൂടെ കടന്നു പോകുന്നതിനാൽ മനുഷ്യനിലെ രക്തപര്യനം ദ്വിപര്യനം എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് ഹൃദയാരോഗ്യത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഹൃദയാരോഗ്യത്തെ തകർക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വ്യായാമക്കുറവ്, പിന്നെ അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, പുകവലി, മദ്യപാനം, ഇതൊക്കെ കൊണ്ടാണ് ഹൃദയാരോഗ്യം തകർക്കുന്ന കാരണങ്ങളിൽ വരുന്നത്. അടുത്ത പഠിച്ചു വെക്കേണ്ട ലോക ഹൃദയ ദിനം എന്നാണ്? സെപ്റ്റംബർ 29 PYQ ആണ്, പഠിച്ചു വെക്കണം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഹൃദ്രോഗികളുടെ എണ്ണം കൂടുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങളും വ്യായാമക്കുറവുമാണ് ഇതിന്റെ മുഖ്യ കാരണങ്ങൾ. കൊഴുപ്പടങ്ങിയ ഭക്ഷണം അമിതമായിട്ട് കഴിക്കുന്നത് ധമനി ഭിത്തിയിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിന് കാരണമാകുന്നു. ഇത് അതിരോസ്ക്ലിറോസിസ് എന്ന രോഗാവസ്ഥയിലേക്ക് നയിക്കുന്നു. പഠിച്ചു വെക്കണം. കൊഴുപ്പ് അമിതമായിട്ട് ഭക്ഷണത്തിൽ കഴിക്കുന്നത് മൂലം ഈ കൊഴുപ്പ് ധമനി ഭിത്തിയിൽ അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് എന്ത്? അതിരോസ്ക്ലിറോസിസ്. ഇതിന്റെ ഫലമായിട്ട് കൊറോണറി ധമനികളിൽ രക്തം കട്ട പിടിച്ച് കൊറോണറി ത്രോംബോസിസ് എന്ന അവസ്ഥ ഉണ്ടാവുകയും പിന്നീട് അത് ഹൃദയാഘാതം, ഹാർട്ട് അറ്റാക്കിന് കാരണമാവുകയും ചെയ്യാം. മസ്തിഷ്കത്തില് രക്തക്കുഴൽ ഉണ്ടാകുന്ന തടസ്സവും രക്തക്കുഴൽ പൊട്ടുന്നതും സ്ട്രോക്കിനൊക്കെ കാരണമാകുന്നു. പഠിച്ചു വെക്കുക. അതിരോസ്ക്ലിറോസിസ് ഒക്കെ PYQ ആണ്. പിന്നെ ലോക ഹൃദയ ദിനം എന്നാണ്? സെപ്റ്റംബർ 29. അടുത്ത ഇനിയും പറയുന്നത് സസ്യങ്ങളിലെ സംവഹന കലകളെ കുറിച്ചാണ്. ഏതൊക്കെയാണ് സസ്യങ്ങളിലെ സംവഹന കലകൾ? സൈലവും ഫ്ലോയവുമാണ്. സൈലം സംവഹനം ചെയ്യപ്പെടുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ജലവും ലവണവുമാണ്. ഫ്ലോയം എന്താണ്? ഫ്ലോയമാണ് എന്ത്? ആഹാരം സംഭവിക്കുന്ന ആരാണ്? ഫ്ലോയമാണ്. പഠിച്ചു നോക്കാം. വേരുകളിൽ നിന്ന് ജലവും ലവണവും സംഭവിക്കുന്ന ആരാണ്? സൈലമാണ്. ഇലകളിൽ നിന്നും ആഹാരം സംഭവിക്കുന്ന ആരാണ്? ഫ്ലോയമാണ്. ഫുഡ്. സൈലത്തിന്റെയും ഫ്ലോയത്തിനെയും കുറിച്ചാണ് ഇനി പറഞ്ഞിരിക്കുന്നത്. സൈലത്തിൽ വരുന്നതാണ് ട്രക്കീഡും വെസലും. സൈലത്തിന്റെ ഭാഗങ്ങളാണ് ട്രക്കീഡ്, വെസല്. ഫ്ലോയത്തിന്റെ ഏതൊക്കെയാണ്? സീവ്നാളിയും സഹകോശവുമാണ്. എന്തൊക്കെയാന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. സൈലത്തിലെ നീണ്ടതും അതുപോലെ സ്പ്ലിൻഡിൽ ആകൃതിയിലുള്ളതാണ് എന്ത്? ട്രക്കീഡുകൾ. ഇവ മൃതകോശങ്ങൾ അതുപോലെ ചെറു ഞരമ്പുകൾ രൂപപ്പെടുത്തുന്നു. പിന്നെ വെസലുകൾ, കുറുകെയുള്ള ഭിത്തി നശിച്ച മൃതകോശങ്ങളായിട്ടുള്ള വെസലുകൾ നീണ്ട പൈപ്പുകൾ പോലെ കാണപ്പെടുന്നു. സൈലത്തിലെ 2 ഭാഗമാണ് പറഞ്ഞത്. ഇനി ഫ്ലോയത്തിലാണ് സീവ്നാളിയും സഹകോശവും. ഫ്ലോയത്തിലെ ജീവനുള്ള സീവ്നാളികൾ ഒന്നിനു മീതെ ഒന്നായിട്ട് അടുക്കി വെച്ചതും കുറുകെയുള്ള ഭിത്തിയിലെ സുഷിരങ്ങളിലൂടെ കോശദ്രവ്യം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ആഹാര തന്മാത്രകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നതാണ്. കൂടാതെ സഹകോശങ്ങളും ആഹാരം സൂക്രോസ് രൂപത്തിൽ സംവഹനം ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. സഹകോശങ്ങളും സഹായിക്കുന്നുണ്ട് ആഹാര സംവഹനത്തിന്. എന്തൊക്കെയാണ്? സൈലത്തിലാണ് ട്രക്കീഡ്, വെസല. അവയാണ് മൃതകോശങ്ങള് ഇലകളുടെ ചെറു ഞരമ്പുകൾ രൂപപ്പെടുത്തുന്നത്. പിന്നെ നീളമുള്ള സ്പ്ലിൻഡിൽ ആകൃതിയാണ് അതിന്. പിന്നെ വെസല് മൃതകോശം കുറുകെയുള്ള ഭിത്തികൾ നശിച്ചു പോയതിനാൽ നീണ്ട പൈപ്പുകൾ പോലെയാണ് വെസല് കാണപ്പെടുന്നത്. പിന്നെ ഫ്ലോയത്തിൽ വരുന്നതാണ് സീവ്നാളി. ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ചിരിക്കുന്നു. കുറുകെയുള്ള ഭിത്തിയിലെ സുഷിരങ്ങളിലൂടെ കോശദ്രവ്യം ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ ആഹാര തന്മാത്രകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നത് സീവ്നാളികളിലൂടെയാണ്. പിന്നെ സഹകോശം, ഈ സീവ്നാളിയോടൊപ്പം ചേർന്ന് ആഹാര സംവഹനത്തിന് സഹായിക്കുന്ന ആരാണ്? സഹകോശമാണ്. എന്താന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്ത ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഊർജം ഉപയോഗിക്കാതെ സൈലത്തിലൂടെയുള്ള ജലസംവഹനത്തിന് സഹായകരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓസ്മോസിസ്. പിന്നെ ഈ ഓസ്മോസിസ് മൂലം വേരിൽ അനുഭവപ്പെടുന്ന റൂട്ട് പ്രഷർ, പിന്നെ ജലതന്മാത്രകളുടെ കോഹിഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അഡ്ഹിഷൻ, കോഹിഷൻ, ബലങ്ങള്,
പിന്നെന്താണ്? സസ്യസേചനത്തിലൂടെ ജലം ഇലകളിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. ഇതൊക്കെയാണ് ഊർജം വിനിയോഗിക്കാതെ സൈലത്തിലൂടെയുള്ള ജലസംവഹനത്തിന് സഹായിക്കുന്ന കാര്യങ്ങൾ. എന്തൊക്കെയാണ്? ഓസ്മോസിസ് മൂലം വേരിൽ അനുഭവപ്പെടുന്ന റൂട്ട് പ്രഷർ, ജലതന്മാത്രകളിലെ കോഹിഷൻ അഡ്ഹീഷൻ ബലങ്ങള്, സസ്യസ്വേദനത്തിലൂടെ ജലം ഇലകളിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. സസ്യങ്ങളിലെ ജലസംവഹനത്തെ കുറിച്ചാണ് പറഞ്ഞത്. പറയുന്നത് ആഹാര സംവഹനത്തെ കുറിച്ചാണ്. എങ്ങനെയാണ്? ഇലകളിലെ ഗ്ലൂക്കോസിനെ സൂക്രോസ് ആക്കിയിട്ട് ഊർജം ഉപയോഗിച്ച് സീവ് നാളികളിലേക്ക് എങ്ങനെ കടത്തിവിടുന്നു. സൈലത്തിലൂടെയുള്ള ജലം എത്തുന്നത് മൂലം കോശങ്ങളിൽ അനുഭവപ്പെടുന്ന ടർഗ പ്രഷർ സൂക്രോസിന്റെ സംവഹനം എളുപ്പമാക്കുന്നു. ചോദിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് എന്താന്ന് വായിച്ചു വെച്ചാൽ മതി. PDF വേണ്ടവര് ടെലഗ്രാം ചാനല് ജോയിൻ ചെയ്താൽ മതി. ഈ ചാപ്റ്ററിൽ ഇത്രയേ ഉള്ളൂ പോയിന്റ്സ്. നമുക്കിനി അടുത്ത ചാപ്റ്റർ നോക്കാം. പുതിയ SCERT 6ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്. ഒന്നാമത്തെ ചാപ്റ്ററാണ്. ആഹാരത്തിലൂടെ ആരോഗ്യം എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഇതില് വൈറ്റമിൻ ഡിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ആണ് ഏത്? വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്, പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഈ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഏത്? കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചാണ്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ആഹാരമാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായുള്ള ഊർജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ആഹാരത്തിൽ നിന്നാണ്. നമ്മുടെ വളർച്ചയ്ക്കും അതുപോലെ ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് പോഷകങ്ങൾ. ഇവ നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങൾ പഠിച്ചു വെക്കണം. പോഷക ഘടകങ്ങൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ തുടങ്ങിയവയാണ് പോഷക ഘടകങ്ങൾ. പഠിച്ചു വെക്കുക. ഭക്ഷണ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങൾ എന്തൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, കൊഴുപ്പ്, വൈറ്റമിൻസ്, ധാതുക്കള്. ജലം ഒരു പോഷക ഘടകം അല്ലെങ്കിലും നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രധാന പദാർത്ഥമാണ് ജലം. ജലവും നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. ഭക്ഷ്യവസ്തുക്കളിൽ കാണുന്ന നാരുകള്, ഫൈബേഴ്സും നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. എല്ലാ ആഹാരത്തിലും എല്ലാ പോഷക ഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ പലതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കുന്നത്. നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ അളവ്, കഴിക്കുന്ന സമയം, വൈവിധ്യം, ഗുണമേന്മ എന്നിവ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കണം. നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന പോഷക ഘടകങ്ങൾ എന്തൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, ധാതുക്കള്. പിന്നെ പോഷക ഘടകം അല്ലെങ്കിലും നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള 2 ഘടകമാണ് ജലവും അതുപോലെ നാരുകളും ആവശ്യമാണ്. ഇനി അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആദ്യം നമുക്ക് കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് പഠിക്കാം. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം നമുക്ക് പ്രധാനമായിട്ടും ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. ഇമ്പോർട്ടന്റ് ആണ്, PYQ ക്വസ്റ്റ്യൻ ആണ്. ശരീരത്തിന് ആവശ്യമായുള്ള ഊർജം ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ എന്നീ വിവിധ രൂപങ്ങളിലാണ് കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്നത്. കാർബോഹൈഡ്രേറ്റ് ഏതൊക്കെ രൂപത്തിലാണ്? അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ എന്നീ രൂപങ്ങളിലാണ് കാർബോഹൈഡ്രേറ്റ് ഭക്ഷണ വസ്തുക്കളിൽ കാണപ്പെടുന്നത്. ഈ ധാന്യങ്ങള്, കിഴങ്ങ് വർഗം ഇവയിൽ കൂടുതലായിട്ടും അടങ്ങിയിരിക്കുന്നത് എന്താണ്? അന്നജമാണ്. ധാതുക്കളിലും അതുപോലെ കിഴങ്ങ് വർഗങ്ങളിലും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് അന്നജമാണ്. അടുത്ത പഠിച്ചു വെക്കേണ്ടത്, നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ അന്നജം ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്തും? ഈ അന്നജം ഉണ്ടോ എന്ന് കണ്ടെത്തുന്ന ടെസ്റ്റ് ആണ് അയഡിൻ ടെസ്റ്റ്. PYQ ആണ്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ അന്നജത്തിന്റെ അളവ് അയഡിൻ ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് അന്നജം അയഡിനുമായിട്ട് ചേരുമ്പോൾ ഇരുണ്ട നീല നിറം ഉണ്ടാവും. അന്നജത്തിന്റെ അളവിന്റെ അനുസരിച്ച് നീല നിറത്തിന്റെ കാഠിന്യത്തിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ അന്നജം തിരിച്ചറിയാനുള്ള ടെസ്റ്റ് ആണ് അയഡിൻ ടെസ്റ്റ്. PYQ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കുക. പിന്നെ ഇവിടെ ചെറുധാന്യങ്ങളെ കുറിച്ച്
പറഞ്ഞിട്ടുണ്ട്. പുല്ലുവർഗത്തിൽപ്പെട്ട വിളകളാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ. അരി, ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് വളരെ ഉയർന്ന തോതിലുള്ള പ്രോട്ടീന്, വൈറ്റമിൻസ്, ധാതു ലവണങ്ങൾ എന്നിവ ഏതിലുണ്ട്? മില്ലറ്റ്സിലുണ്ട്. നാരുകളാൽ സമ്പന്നമായ ചെറുധാന്യങ്ങൾ നമ്മുടെ ദഹന പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മുൻകാലങ്ങളിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഉള്ള ഭക്ഷണമായിട്ടാണ് ഇവ ഉപയോഗിച്ചിരുന്നത്. ഇവയുടെ പോഷക മൂല്യം മനസ്സിലാക്കിയതുകൂടിയാണ് മനുഷ്യരും ആഹാരമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത്. റാഗി, ബജ്ര, തിന, ചോളം, ചാമ തുടങ്ങിയവ മില്ലറ്റ്സിൽ വരുന്നതാണ്. ഏതൊക്കെയാണ്? റാഗി, ബജ്ര, തിന, ചോളം, ചാമ. അടുത്ത് നമ്മുടെ ആഹാരത്തില് കാർബോഹൈഡ്രേറ്റ് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ട എന്താണെന്നാണ് പഠിക്കുന്നത്. എന്താണ്? പ്രോട്ടീൻ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ഇത് റിപ്പീറ്റഡ് PYQ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ശരീര നിർമ്മിതിക്കും അതുപോലെ വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള പ്രധാന പോഷക ഘടകം ഏതാണ്? പ്രോട്ടീൻ ആണ്. ഊർജ്ജമായിരുന്നു കാർബോഹൈഡ്രേറ്റ്. പ്രോട്ടീൻ എന്ന് പറയുന്നത് എന്താണ്? ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള ഘടകമാണ് എന്ത്? പ്രോട്ടീൻ. പേശികള്, തലമുടികള്, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. കൂടാതെ ഇവ ഊർജവും പ്രദാനം ചെയ്യുന്നുണ്ട്. ശരീര നിർമ്മിതിയും വളർച്ചയും മാത്രമല്ല ഊർജവും പ്രദാനം ചെയ്യുന്നുണ്ട്. പ്രോട്ടീന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന 2 രോഗങ്ങളാണ്. പഠിച്ചു വെക്കുക. ക്വാഷിയോർക്കറും പിന്നെ മരാസ്മസും. മരാസ്മസ് പഴയ ടെക്സ്റ്റിൽ ഇല്ല, അതുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. PSC ചോദിക്കും. ഏതൊക്കെയാണ് പ്രോട്ടീന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ? ക്വാഷിയോർക്കറും മരാസ്മസും ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളിലെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ്? ഗ്രീൻ പീസ്, പനീർ, പിന്നെ കശുവണ്ടി, അതുപോലെ നിലക്കടല, പിന്നെ മാംസ്യം, മത്സ്യം, മുട്ട, പാല്. ഇതിലൊക്കെയാണ് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത്. അടുത്തത് കൊഴുപ്പാണ്. കാർബോഹൈഡ്രേറ്റ് പഠിച്ചു, പ്രോട്ടീൻ പഠിച്ചു. ഇനി അടുത്തത് കൊഴുപ്പാണ്, ഫാറ്റ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവ പോലെ കൊഴുപ്പും നമുക്ക് ആവശ്യമാണ്. കൊഴുപ്പും നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. ഒരേ അളവില് കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എടുത്താൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം ലഭിക്കുന്നത് കൊഴുപ്പിൽ നിന്നാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒരേ അളവില് കൊഴുപ്പ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ഈ 3 എടുക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം നമുക്ക് ലഭിക്കുന്നത് ഏതിൽ നിന്നാണ്? കൊഴുപ്പിൽ നിന്നാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചു വെക്കുക. ഇവിടെ കൊഴുപ്പടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളിലെ ടീച്ചർ കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ, നെയ്യ്, പിന്നെ ഇത് മീനെണ്ണ, വെണ്ണ, സൂര്യകാന്തിയുടെ എണ്ണ. ഇതിലൊക്കെയാണ് കൊഴുപ്പ്. സസ്യജന്യ കൊഴുപ്പിൽ വരുന്ന ഏതൊക്കെയാണ്? വെളിച്ചെണ്ണയും സൂര്യകാന്തി എണ്ണയുമാണ്. ജന്തുജന്യ കൊഴുപ്പിൽ വരുന്ന ഏതൊക്കെയാണ്? മത്സ്യ എണ്ണ, നെയ്യും, പിന്നെ വേറെ ഏതാണ്? വെണ്ണയൊക്കെയാണ്. അടുത്തത് കൊളസ്ട്രോളിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. കൊഴുപ്പിന്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. കൊഴുപ്പിന്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. മിതമായ അളവിൽ നമുക്ക് എന്താണ്? കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ രക്തത്തിലെ കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളിലെ ഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും നമ്മുടെ രക്തത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇതുമൂലം ഹൃദ്രോഗം, പിന്നെ പക്ഷാഘാതം തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകും. കൊളസ്ട്രോൾ അധികമായാൽ നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ്. ഹൃദ്രോഗം, അതുപോലെ പക്ഷാഘാതം തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാക്കും. കൊഴുപ്പിന്റെ ഒരു രൂപമാണ് എന്ത്? കൊളസ്ട്രോൾ. അടുത്തത് വൈറ്റമിൻസ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ശരീര വളർച്ചയ്ക്കും അതുപോലെ ആരോഗ്യത്തിനും ചെറിയ അളവിൽ അത്യാവശ്യമുള്ള പോഷകഘടകമാണ് എന്ത്? വൈറ്റമിൻസ്. വൈറ്റമിൻസ് ഇമ്പോർട്ടന്റ് ആണ്. വിറ്റമിൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഇമ്പോർട്ടന്റ് ആണ്. വൈറ്റമിന്റെ പ്രാധാന്യം. വൈറ്റമിൻ എ കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് നമുക്ക് വൈറ്റമിൻ എ ആണ് വേണ്ടത്. പിന്നെ തലച്ചോറ്, നാഡി, ഹൃദയം, ത്വക്ക് ഇവയുടെ ആരോഗ്യത്തിന് വേണ്ടതാണ് വൈറ്റമിൻ ബി ആണ്. പല്ല്, മോണ, രക്തക്കുഴല് എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വൈറ്റമിൻ സി. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. പല്ല്, മോണ ഇവയുടെ ആരോഗ്യത്തിനും പിന്നെ രോഗപ്രതിരോധ ശേഷിക്കും വേണ്ടാണ് വൈറ്റമിൻ സി. ഇതും റിപ്പീറ്റഡ് PYQ ആണ്, പഠിച്ചു വെക്കണം. വൈറ്റമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. ഇമ്പോർട്ടന്റ് ആണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനാണ് വൈറ്റമിൻ ഡി. റിപ്പീറ്റഡ് PYQ ആണ്. ഈ വൈറ്റമിൻ സിയും ഡിയും പഠിച്ചു വെക്കണം. വൈറ്റമിൻ സി പല്ല്, മോണ ഇവയുടെ ആരോഗ്യത്തിന്, വൈറ്റമിൻ ഡി എല്ല്, പല്ല് ഇതിന്റെ ആരോഗ്യത്തിന്.
പിന്നെ നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിനാണ് വൈറ്റമിൻ ഇ. നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് വേണ്ടിയാണ് വൈറ്റമിൻ ഇ. ഇതും റിപ്പീറ്റഡ് ആണ്. വൈറ്റമിൻ കെ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന് വേണ്ടതാണ് വൈറ്റമിൻ കെ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന് വേണ്ടതാണ് വൈറ്റമിൻ കെ. റിപ്പീറ്റഡ് ആണ് ഈ ബോക്സ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിട്ടേ പോകാവൂ. ത്വക്കിന്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതൊക്കെയാണ്? വൈറ്റമിൻ എയും ബിയുമാണ്. വൈറ്റമിൻ ഡി ആവശ്യത്തിന് ലഭിച്ചില്ലെങ്കിൽ എന്തൊക്കെ ആരോഗ്യ പ്രശ്നമാണ് ഉണ്ടാകുന്നത്? നമ്മളിവിടെ പറഞ്ഞു, എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിനാണ് എന്ത് വേണ്ടത്? വൈറ്റമിൻ ഡി വേണ്ടത്. അപ്പം വൈറ്റമിൻ ഡി ലഭിച്ചില്ലെങ്കിൽ എന്താണ്? വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗം ഏതാണ്? അതാണ് ഈ ബോക്സിൽ പറഞ്ഞിരിക്കുന്നത്. കണയും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. ചെറിയ അളവിലെ നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കത്തുള്ളൂ. എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണിത്. വൈറ്റമിന്റെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമായോ മൃദുവായോ മാറുന്ന അവസ്ഥയാണ് പഠിച്ചു വെക്കണം. റിപ്പീറ്റഡ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറഞ്ഞ് ചോദിക്കും. വൈറ്റമിൻ ഡി ലഭിക്കുന്നതിന് വേണ്ടി സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി കോംപ്ലക്സ്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി കോംപ്ലക്സ്. 8 തരം ബി വിറ്റാമിനുകളുടെ കൂട്ടമാണിത്. ആരോഗ്യം നിലനിർത്തുന്നതിൽ വൈറ്റമിൻ ബി കോംപ്ലക്സ് നിർണായക പങ്ക് വഹിക്കുന്നു. കോശത്തിന്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീ പ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം ബി കോംപ്ലക്സ് ആവശ്യമാണ്. അപ്പം കണ പഠിച്ചു വെക്കണം. റിപ്പീറ്റഡ് ആണ്. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമായോ മൃദുവായോ കാണുന്ന അവസ്ഥയാണ് കണ, റിക്കറ്റ്സ്. അടുത്ത ഇവിടെ വൈറ്റമിൻസ് ഉള്ള ഭക്ഷ്യവസ്തുക്കൾ ചോദിച്ചിട്ടുണ്ട്. ഇതിപ്പോ കഴിഞ്ഞ ദിവസം നടന്ന എക്സാമിന് ചോദിച്ചതാണ്. വൈറ്റമിൻ സി കാണപ്പെടുന്നത് നെല്ലിക്ക, നാരങ്ങ. വൈറ്റമിൻ എ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളിലാണ്? മത്സ്യം, ക്യാരറ്റ്, പിന്നെ ചീരയൊക്കെ നമ്മൾ കഴിക്കണം. വൈറ്റമിൻ എ കൂടുതലുള്ളത് ചീരയിലൊക്കെയാണ്. എല്ലാ ഇലകളും, ചേമ്പില, മുരിങ്ങയില, ഇതിലെല്ലാം വൈറ്റമിൻ എ കൂടുതലായിട്ടുണ്ട്. പിന്നെ വൈറ്റമിൻ ബി മട്ടയരി, പിന്നെ ചീരയിലുണ്ട്. പിന്നെ ധാന്യങ്ങളുടെ തവിടിലൊക്കെ ഉണ്ട് വൈറ്റമിൻ ബി. അതുപോലെ മുട്ടയിലും പാലിലും ചേമ്പിലയിലും ഒക്കെ വൈറ്റമിൻ ബിയും ഉണ്ട്. വൈറ്റമിൻ സി ഉള്ളത് നെല്ലിക്ക, നാരങ്ങ, കൂടുതലായിട്ടും പഴങ്ങളിലാണ്. പിന്നെ പപ്പായ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത വൈറ്റമിൻ ഡി മത്സ്യം, മുട്ട, പിന്നെ പാൽ ഉൽപ്പന്നങ്ങളിലൊക്കെയാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഇ നിലക്കടല, ബദാം, ഇതിലൊക്കെയാണ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ കെ ഇത് ആണ്. ക്യാബേജ്, കോളിഫ്ലവറിലൊക്കെയാണ് വൈറ്റമിൻ കെ. ഇതും പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്, PSC ചോദിച്ചിട്ടുണ്ട്. അടുത്തത് ഇത് ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് എക്സാമിന് ചോദിച്ചു. PYQ ക്വസ്റ്റ്യൻ ആണ്, കുറെ വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏതൊക്കെയാണ്? ബിയും സിയും ആണ് വെള്ളത്തിൽ ലയിക്കുന്നത്. അതുപോലെ കൊഴുപ്പിൽ ലയിക്കുന്നത് ഏതൊക്കെയാണ്? ADEK. റിപ്പീറ്റഡ് ആണ്. കൊഴുപ്പ് കേടാന്ന് ഓർത്താൽ മതി. AEDA. വെള്ളത്തിൽ ലയിക്കുന്ന ഏതൊക്കെയാണ് വൈറ്റമിൻസ്? വൈറ്റമിൻ ബിയും സിയും. കൊഴുപ്പിൽ ലയിക്കുന്നത് KEDA. കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് കേടാന്ന് ഓർത്താൽ മതി. കൊഴുപ്പിന്റെ അഭാവത്തിൽ ഈ വിറ്റമിൻസ് നമ്മുടെ ശരീരം ആഗിരണം ചെയ്യപ്പെടത്തില്ല. അപ്പം കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ കുറച്ച് വേണം, അതാണ്. അടുത്തത് നമ്മൾ പഠിക്കുന്ന ഭക്ഷണത്തിലെ ധാതുക്കളാണ്, മിനറൽസിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, PSC ചോദിക്കുന്നതാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം. അയണ്, ഇരുമ്പ്, ഇലക്കറികള്, ശർക്കര, മത്സ്യം, കരൾ, ഇതിലൊക്കെയാണ് ഇരുമ്പ് കൂടുതലായിട്ടും. അതിന്റെ പ്രാധാന്യം പഠിച്ചു വെക്കണം. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് അയണാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് അയണാണ്. അടുത്തത് കാൽസ്യം. നമ്മൾ പറഞ്ഞാണ്, എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ട പിടിക്കുന്നതിനും സഹായിക്കുന്ന കാൽസ്യമാണ്. കാൽസ്യം മുട്ട, പാല്, ഇലക്കറി, മത്സ്യം, ഇതിലൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് ശരീരത്തിൽ കിട്ടുന്നത്. പിന്നെ അയഡിനും PYQ ആണ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് നമുക്ക് വേണ്ടത് അയഡിനാണ്. കൂടുതലായിട്ടും കടൽ വിഭവങ്ങളിൽ നിന്നാണ് നമുക്ക് അയഡിന് ശരീരത്തിൽ ലഭിക്കുന്നത്.
രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിൽ സഹായിക്കുന്ന ധാതു ഏതാണ്? ഇരുമ്പാണ്. അയൺ ആണ് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളാണ്? ഇലക്കറികള്, ശർക്കര, മത്സ്യം, കരൾ. കടൽ വിഭവങ്ങൾ കഴിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? നമ്മളിപ്പോ പറഞ്ഞു. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് നമുക്ക് വേണ്ട എന്താണ്? അയഡിൻ ആണ്. അയഡിൻ നമുക്ക് ലഭിക്കുന്നത് കടൽ വിഭവങ്ങളിൽ നിന്നാണ്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് മുട്ട, പാല്, ഇലക്കറി എന്നിവ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം എന്താണ്? അതായത് എല്ലിന്റെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും അതുപോലെ രക്തം കട്ട പിടിക്കുന്നതിനും നമ്മളെ സഹായിക്കുന്നത് കാൽസ്യമാണ്. കാൽസ്യം കൂടുതൽ നമുക്ക് ലഭിക്കുന്ന മുട്ട, പാല്, ഇലക്കറി ഇവയിൽ നിന്നാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഹീമോഗ്ലോബിൻ. ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. ആണ്. ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? ഹീമോഗ്ലോബിൻ ആണ്. അതുപോലെ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നതും ഹീമോഗ്ലോബിൻ ആണ്. അതും ആണ്. പഠിച്ചു വെക്കുക. രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുകയും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് കൊണ്ടുപോകുന്നതും ആരാണ്? ഹീമോഗ്ലോബിൻ ആണ്. അതും പഠിച്ചു വെക്കുക. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയാണ് അനീമിയ. ഇതും ആണ്. ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. നമ്മുടെ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ഹീമോഗ്ലോബിൻ ആണ്. അതുപോലെ ഹീമോഗ്ലോബിൻ രക്തത്തിൽ കുറയുന്ന അവസ്ഥയാണ് അനീമിയ. അതുപോലെ രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുകയും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നതും ആരാണ്? ഹീമോഗ്ലോബിൻ ആണ്. അടുത്തത് അപര്യാപ്തത രോഗങ്ങളാണ്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. വൈറ്റമിന്റെ ധാതുക്കളുടെയും അളവ് കുറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കാതെ പോകല്ലേ. വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ് നമുക്ക് നിശാന്തത കണ്ണിന് വരുന്ന അസുഖമാണ്. വൈറ്റമിൻ ബിയുടെ അപര്യാപ്തത രോഗം എന്തൊക്കെയാണ്? ഇത് പഴയ SCERT-ൽ ഇല്ലാത്തതാണ്, അപ്പം നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഗ്ലോസിഡ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ നാവിനും അതുപോലെ വീക്കവും നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയാണ്. നാവിന് വീക്കവും അതുപോലെ നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയാണ് ഗ്ലോസിറ്റിസ്. പിന്നെ വായ്പുണ്ണ്, ഇത് പഴയ SCERT-ലുണ്ട്. വായ്പുണ്ണ്, ഗ്ലോസിറ്റ്സ് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വൈറ്റമിൻ സി, റിപ്പീറ്റഡ് PYQ ആണ് വൈറ്റമിൻ സി. മോണയിൽ നിന്നുണ്ടാകുന്ന രക്തസ്രാവം, സ്കർവി. വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? സ്കർവിയാണ്. ഈ കണയും എന്താണ്? സ്കർവി. PSC ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികൾ ഉണ്ടാകുന്ന രോഗമാണ് ഏത്? കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. അതുപോലെ വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് സ്കർവി. വൈറ്റമിൻ സിയുടെ കുറവ് മൂലം സ്കർവി. വൈറ്റമിൻ ഡി, കണ. ഇത് രണ്ടും പഠിച്ചു വെക്കണം, റിപ്പീറ്റഡ് PYQ ആണ്. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. ഏത് വിറ്റാമിന്റെ അഭാവം മൂലമാണ് സ്കർവി ഉണ്ടാകുന്നത്? വൈറ്റമിൻ സി. നിങ്ങളുടെ വീട്ടിലെ ആർക്കെങ്കിലും വായ്പുണ്ണ് വന്നാൽ അവരുടെ ഭക്ഷണത്തിൽ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്താൻ നിങ്ങൾ നിർദ്ദേശിക്കും? വൈറ്റമിൻ ബിയുടെ കുറവ് മൂലം ആണ് ഉണ്ടാകുന്നത്. വൈറ്റമിൻ ബി ഉള്ളത് ഏതിലൊക്കെയാണ്? മട്ടയരി, ചീര, നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ മുട്ട, പാല്, ചേമ്പിൽ, ഇതിലൊക്കെ എന്തുണ്ട്? വൈറ്റമിൻ ബി ഉണ്ട്. ഏത് വിറ്റാമിന്റെ കുറവ് മൂലമാണ് നിശാന്തത? ഏതാണ്? വൈറ്റമിൻ എ ആണ്. ഏത് വിറ്റാമിന്റെ അഭാവം മൂലമാണ് കണ ഉണ്ടാകുന്നത്? ഡിയുടെ കുറവ് മൂലമാണ്. സ്കർവി ഉണ്ടാകുന്നത് വൈറ്റമിൻ സിയുടെ കുറവ് മൂലമാണ്. നിശാന്തതയെ കുറിച്ച് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്തത. നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രി നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് ഒരു തകരാറും ഇല്ല. നിശാന്തതയുള്ള ആൾക്കാർക്ക് പകല് കാണാൻ പറ്റും, രാത്രിയിൽ നല്ല വെളിച്ചത്തിലും കാഴ്ചയുണ്ട്. ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്തത. ഇനി ധാതുക്കളുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് അയണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച. റിപ്പീറ്റഡ് PYQ ആണ് ഈ 3 അയഡിന്റെ കുറവ് മൂലമാണ് ഗോയിറ്റർ. കാൽസ്യത്തിന്റെ കുറവ് മൂലം ഓസ്റ്റിയോപൊറോസിസ്. കാൽസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ഏത്? ഓസ്റ്റിയോപൊറോസിസ്. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. അയണിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? അനീമിയാണ്. ഗോയിറ്റർ രോഗം ഉണ്ടാകാതിരിക്കാൻ നാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ആഹാര വസ്തുക്കൾ ഏതൊക്കെയാണ്? അയഡിന്റെ കുറവ് മൂലമാണ് എന്തുണ്ടാകുന്നത്? ഗോയിറ്റർ. അപ്പം നമ്മൾ എന്താണ് ഉൾപ്പെടുത്തേണ്ടത്? കടൽ വിഭവങ്ങൾ.
ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകാതിരിക്കാൻ ഏതൊക്കെ തരം ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം? പാലുൽപ്പന്നം, മുട്ട, പാലും മുട്ടയൊക്കെ കഴിച്ചാൽ മതി. അടുത്ത ഇവിടെ ഓസ്റ്റിയോപൊറോസിസിനെ കുറിച്ചും ഗോയിറ്റിനെ കുറിച്ചും ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകൾ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ അസ്ഥിക്ഷയം. എല്ലുകളുടെ ബലക്ഷയം, പൊട്ടല് എന്നിവയ്ക്ക് കാരണമാകുന്നു. ഗോയിറ്റർ ഭക്ഷണത്തിൽ അയഡിന്റെ കുറവ് മൂലം തൊണ്ടയിലെ തൈറോയിഡ് ഗ്രന്ഥി വലുതാകും. തൈറോയ്ഡ് ഗ്രന്ഥി വലുതാകുന്ന അവസ്ഥയാണ് ഗോയിറ്റർ അല്ലെങ്കിൽ സിമ്പിൾ ഗോയിറ്റർ. തൊണ്ടമുഴ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപാദനത്തിന് എന്താവശ്യമാണ്? അയഡിൻ ആവശ്യമാണ്. അയഡിൻ നമുക്ക് ലഭിക്കുന്നത് കടൽ വിഭവങ്ങളിൽ നിന്നാണ്. അടുത്തത് പോഷകേതര ഘടകങ്ങളാണ്. ഇതും ഇമ്പോർട്ടന്റ് ആണ്, വിവേക്യം ആണ്. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള സെല്ലുലോസ് ആണ് എന്ത്? നാരുകൾ. വിവേക്യം ആണ്, പഠിച്ചു വെക്കണം. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസ് ആണ് നാരുകൾ. നാരൊരു പോഷക ഘടകം അല്ല, എങ്കിലും ദഹനം അതുപോലെ വൻകുടലിലൂടെ വിസർജ്യ വസ്തുക്കളിലെ പുറംതള്ളൽ എന്നിവ സുഗമമാക്കുന്നത് നാരുകളാണ്. തവിടടങ്ങിയ ധാന്യങ്ങള്, ഇലക്കറികള്, പച്ചക്കറികള്, വാഴയുടെ പിണ്ടി, വാഴക്കൂമ്പ് ഇവയിലൊക്കെ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. പഠിച്ചു വെക്കണം. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള സെല്ലുലോസ് ആണ് നാരുകൾ. നാരുകൾ ഒരു പോഷക ഘടകമല്ല, പക്ഷെങ്കിൽ അത് നമ്മുടെ ദഹനത്തിനും പിന്നെ വൻകുടലിലൂടെ വിസർജ്യ വസ്തുക്കൾ പുറന്തള്ളാനൊക്കെ സുഗമമാക്കുന്നതിന് സഹായിക്കുന്നത് നാരുകളാണ്. വാഴയുടെ പിണ്ടി, വാഴക്കൂമ്പിലൊക്കെ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. പിന്നെ പഠിക്കേണ്ടത് ജലത്തെ കുറിച്ചാണ്. നമ്മുടെ ശരീരത്തിൽ ഏതാണ്ട് 70% എന്താണ്? ജലമാണ്. ദഹനം, രക്തചംക്രമണം, വിസർജനം തുടങ്ങിയ വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്. കുട്ടികൾ ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉച്ചഭക്ഷണവും കലോറിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ഇവിടെ പഠിച്ചു വെക്കണം. ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ആണ് കലോറി. നമ്മുടെ ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ആണ് കലോറി. ശ്വസനം, രക്തചംക്രമണം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ഊർജം ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു പുരുഷന് ഒരു ദിവസം എത്ര കലോറി ഊർജം വേണം? 1900 മുതൽ 2400 പുരുഷന്. സ്ത്രീകൾക്കാണെങ്കിലോ അധ്വാനമുള്ളതാണ് പറയുന്നത്, 1600 തൊട്ട് 2000 കലോറി വരെ വേണം. മുതിർന്ന കുട്ടികൾക്കാണെങ്കിൽ 1200 തൊട്ട് 1400. ഇത് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ശാരീരിക അധ്വാനമുള്ള പുരുഷനാണെങ്കിൽ 1900 തൊട്ട് 2400. സ്ത്രീ ആണെങ്കിൽ 1600 തൊട്ട് 2000. മുതിർന്ന കുട്ടിക്കാണെങ്കിൽ 1200 തൊട്ട് 1400. ഇതിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് അയഡിൻ അടങ്ങിയ ആഹാരം കഴിക്കാത്ത ഒരു വ്യക്തിക്ക് വരാവുന്ന ആരോഗ്യ പ്രശ്നം ഏതാണ്? ഗോയിറ്റർ ആണ്. അയഡിന്റെ കുറവ് മൂലം നമുക്ക് വരുന്ന രോഗം ഏതാണ്? ഗോയിറ്റർ ആണ്. കടൽ വിഭവങ്ങളിൽ നിന്നാണ് അയഡിൻ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത്. നാരുകളെ ദഹിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിന് കഴിയില്ല. പിന്നെ എന്തിനാണ് നമ്മൾ നാരുകൾ കഴിക്കുന്നത്? അതായത് ദഹനം, വൻകുടലിലൂടെ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ, ഇതിനൊക്കെ സഹായിക്കുന്നത് നാരുകളാണ്. അടുത്ത പല്ലിന്റെ ആരോഗ്യത്തിന് വേണ്ട വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? സ്കർവിയാണ്. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ പറഞ്ഞു.